പ്രേക്ഷകരെ ഗുഡ് മോർണിംഗ്. പുതിയൊരു രാവിലെയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെയധികം വാർത്തകൾ ഉള്ളൊരു ദിവസം കൂടിയാണ്. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് വളരെ ശക്തമായ മഴ പെയ്യുന്നൊരു സാഹചര്യത്തിൽ 2 ജില്ലകൾ ഒഴികെ, കണ്ണൂർ കാസർഗോഡ് ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ട് നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ശബരിമലയിൽ സ്വർണ്ണമോഷണ കേസിൽ ആവട്ടെ ഇന്ന് SIT പ്രാഥമിക റിപ്പോർട്ട് ഹൈക്കോടതിയിൽ നൽകുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് കേരളത്തിലേക്ക് വരുന്നു. തലസ്ഥാനത്ത് ഉച്ചയ്ക്ക് 2 മുതൽ 8 വരെ ഗതാഗത നിയന്ത്രണമുണ്ട്. അന്താരാഷ്ട്ര വാർത്തകളാവട്ടെ ട്രംപ് ഹമാസിന് കർശനമായ മുന്നറിയിപ്പ് നൽകുന്നു. അങ്ങനെ തുടങ്ങി നിരവധി വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നമുക്ക് ആദ്യം തലക്കെട്ടുകളിലേക്ക് പോകാം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ഒഴികെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. ഇടിമിന്നലിനും കാറ്റിനും സാധ്യത. മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരും. ശബരിമലയിലെ സ്വർണ്ണമോഷണ കേസ് അന്വേഷണത്തിലെ പ്രാഥമിക റിപ്പോർട്ട് എന്ന ഹൈക്കോടതിയിൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായി അനന്ത സുബ്രഹ്മണ്യത്തെ ചോദ്യം ചെയ്തത് തുടരും. പോറ്റിയുടെ ഭൂമി ഇടപാടുകളിലും പരിശോധന. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് കേരളത്തിൽ. ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്ന് സ്വീകരിക്കും. തിരുവനന്തപുരത്ത് ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 8 വരെ ഗതാഗത നിയന്ത്രണം. നാളെ ഉച്ചയോടെ സന്നിധാനത്തേക്ക്. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ ഇന്ന് കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കും. നടപടി പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയിൽ. ബോയൻ കോളനിയിലെ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തിയത് 2025 ജനുവരി 27-ന്. സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഹൃദ്രോഗ ചികിത്സ പ്രതിസന്ധിയിലേക്ക്. സ്റ്റെന്റ് വിതരണ കമ്പനികൾ ആശുപത്രികളിലെ സ്റ്റോക്കുകൾ തിരിച്ചെടുക്കും. വിതരണക്കാർക്ക് സർക്കാർ നൽകാനുള്ളത് 158 കോടിയിലധികം രൂപ. പ്രതിസന്ധിയിലാവുക കോഴിക്കോട്, തിരുവനന്തപുരം, കോട്ടയം മെഡിക്കൽ കോളേജുകൾക്കൊപ്പം എറണാകുളം ജനറൽ ആശുപത്രിയും. അമേരിക്കയിൽ സർക്കാർ ഷട്ട്ഡൌൺ തുടരുന്നു. അടച്ചുപൂട്ടൽ 21ാം ദിവസത്തിലേക്ക്. ധനാനുമതി ബില്ല് സെനറ്റിൽ വീണ്ടും പരാജയപ്പെട്ടു. ശമ്പളം കിട്ടാതെ ലക്ഷക്കണക്കിന് സർക്കാർ ജീവനക്കാർ പ്രതിസന്ധിയിൽ. 67ാമത് സംസ്ഥാന കായികമേളയ്ക്ക് ഇന്ന് തലസ്ഥാനത്ത് തുടക്കം. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഒളിമ്പിക്സ് മാതൃകയിലുള്ള മേളയിൽ പങ്കെടുക്കുന്നത് 20,000-ലധികം കായിക താരങ്ങൾ. സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് വാർത്തകൾ ഉള്ളൊരു ദിവസവും കൂടിയാണെന്ന്. സ്വാഭാവികമായി നമ്മൾ ആദ്യം കടക്കുന്നത് മഴയിലേക്കാണ്. സംസ്ഥാനം ഒട്ടാകെ തന്നെ തുലാവർഷം ശക്തമായി മാറുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിൽ 2 ജില്ലകൾ, കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ട് തുടരുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിൽക്കുന്നത്. മലയോര മേഖലകളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട് എന്നതും നമ്മൾ നോക്കുകയാണ്. അതോടൊപ്പം തന്നെ തീരദേശ മേഖലയിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുകയാണ്. വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ദിവസങ്ങൾ കൂടിയാണ് കടന്നു പോകാൻ സാധ്യതയും കൂടിയുള്ളത്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കും തുടരുന്നൊരു സാഹചര്യമുണ്ട്. ഇരട്ട ന്യൂനമർദ്ദത്തിന്റെയും ചക്രവാത ചുഴിയും ഇവിടെയും സ്വാധീന ഫലത്തിൽ വരും ദിവസങ്ങളിലും അതിശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. നാളെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. ഇന്നലെ രാത്രി തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ ശക്തമായ മഴയാണ് പെയ്തത്. ഇടുക്കിയിൽ തീവ്ര മഴ ശമിച്ചതോടെ മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് നേരിയ കുറവുമുണ്ട്. 138.5 അടിയാണ് ജലനിരപ്പ്. വിവരങ്ങളുമായി നിരവധി പ്രതിനിധികൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. അരുൺ മോഹൻ ചേരും. അരുൺ, തലസ്ഥാനത്ത് മഴയുടെ ശക്തി എങ്ങനെയുണ്ട്? ഇന്ന് കാലത്ത് തന്നെ കഴിഞ്ഞ ദിവസം വളരെ ശക്തമായ മഴ പെയ്തിരുന്നൊരു സാഹചര്യമുണ്ടല്ലോ. ഇന്ന് എങ്ങനെയാണ് തലസ്ഥാനത്തെ സാഹചര്യം? ഹരി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ വൈകിട്ട് തുടങ്ങിയ മഴ രാത്രി വൈകിയും തുടരുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു തെക്കൻ മലയോര തീരദേശ മേഖലയിൽ ഉണ്ടായിരുന്നത്. അതേസമയം ഇപ്പോൾ നേരിയ ശമനമുണ്ടെങ്കിലും മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. എന്നാൽ ചില സ്ഥലങ്ങളിൽ മഴ നേരിയ തോതിൽ, അതായത് ശക്തമല്ലാത്ത രീതിയിൽ പെയ്യുന്ന ഒരു സാഹചര്യവുമുണ്ട്. അത് മലയോര മേഖലകളിൽ ഉൾപ്പെടെ, അതായത് നെയ്യാർ റിസർവുകൾ ഉൾപ്പെടെ ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യമുണ്ട്. അത് തീരദേശ വാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം ഇവിടെ നൽകിയ ഒരവസ്ഥയുണ്ട്. കാരണം ഇന്നലെ തന്നെ മലയോര മേഖലയിലുള്ള പ്രദേശത്തേക്കുള്ള യാത്രകളൊക്കെ രാത്രി യാത്രകൾക്കൊക്കെ ജില്ലാ ഭരണകൂടം പ്രാദേശിക ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം മണ്ണ് സാധ്യതയ്ക്കുള്ള സ്ഥലമായതിനാൽ രാത്രികാല യാത്രകളൊക്കെ വളരെ സൂക്ഷിച്ച് യാത്ര ചെയ്യണമെന്നുള്ള പ്രാദേശിക ഭരണകൂടങ്ങളുടെ മുന്നറിയിപ്പ് ഇവിടെ പ്രദേശവാസികൾക്കൊക്കെ നൽകിയിരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതേപോലെ തന്നെ പുഴിയൂര്, പൂവാർ തുടങ്ങിയ കടൽ മേഖലകളിൽ, തീരദേശ മേഖലകളിലുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് ഉൾപ്പെടെ കടുത്ത ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് നൽകിയിട്ടുള്ളത്. കാരണം ശക്തമായ കാറ്റിനും കൂടി സാധ്യത ഉള്ളതുണ്ട്. പക്ഷേ നിലവിൽ ഇപ്പോൾ മഴയ്ക്ക് അല്പം
ശമനമുണ്ടെന്നുള്ള ആശ്വാസം നമുക്ക് പറയാനുള്ളൂ. അതേസമയം വലിയ നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കള്ളിക്കാട് ഭാഗത്ത് ഒരു കെട്ടിയിരുന്ന ഒരു ബണ്ട് റോഡ് ഉണ്ടായ ഒരു തകർച്ച ഒഴിച്ചാൽ, അത് നേരിയ തകർച്ചയാണ്, ഒഴിച്ചാൽ മറ്റ് നാശനഷ്ടങ്ങൾ ഇതുവരെ നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു ആശ്വാസകരമായ ഒരു വാർത്ത. ഹരി, കാരണം അതായത് സംസ്ഥാനത്തൊട്ടാകെ തന്നെ ശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പോലും തെക്കൻ മേഖലകളിലേക്ക് വലിയ മഴ പെയ്യുന്നില്ല. അതായത് വടക്ക് അപേക്ഷിച്ച് നോക്കുമ്പോഴേക്കും വലിയ ശക്തമായ മഴ ഇല്ലെന്നുള്ളത് വേണോ കണക്കാക്കാൻ? അങ്ങനെ പറയുന്നില്ല. ഈ മഴ പെയ്യുന്ന സ്ഥലത്ത് ശക്തമായി പെയ്യും, അത് ചില സ്ഥലങ്ങളിൽ മഴ ഇല്ലാത്തൊരു സാഹചര്യവും കാണുന്ന. കാരണം ഒരു പ്രദേശം തിരിഞ്ഞുള്ള മഴയാണ് ഇവിടെ നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ചില പെയ്യുന്ന സ്ഥലത്ത് ശക്തമായി 1 മണിക്കൂർ 1.5 മണിക്കൂർ തോരാതെ പെയ്യുന്ന ഒരു സാഹചര്യം നമുക്കിവിടെ കാണുന്നുണ്ട്. ആ സ്ഥലങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. റോഡുകളിൽ കേടായി കിടക്കുന്ന റോഡുകളിലൂടെ യാത്ര ദുസ്സഹമാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്. അതേസമയം ഒരു പരക്കെയുള്ള മഴ പല പ്രദേശങ്ങളിലും നമുക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും മഴ ഉണ്ട്, ശക്തമാണ്. പ്രത്യേകിച്ച് നമ്മുടെ അതിർത്തി ജില്ലയായ കന്യാകുമാരിയുടെ പ്രദേശം കൂടി ചേർന്ന് കിടക്കുന്ന പ്രദേശം കൂടിയാണ്. അവിടെയും ഈ പറഞ്ഞതുപോലെ മഴ മുന്നറിയിപ്പും അവിടെയുള്ള ഭരണകൂടങ്ങളും നൽകിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഹരി, അപ്പോൾ അതാണ് സാഹചര്യം. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ശക്തമായ മഴ പെയ്തിരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ ഒരു നേരിയ ശമനം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ പോലും പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ മഴ പെയ്യുന്നൊരു സാഹചര്യമുണ്ട്. പെട്ടെന്ന് ഒരു 1.5 മണിക്കൂർ പെയ്യുക, പിന്നീട് നിൽക്കുക, അങ്ങനെ ഒരു സാഹചര്യമൊക്കെയാണ് നിൽക്കുന്നതായിട്ടാണ് അരുൺ മോഹൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇടുക്കിയിൽ നിന്നും പ്രിൻസും കൂടെ ചേർന്നുണ്ട്. പ്രിൻസ്, ഇടുക്കിയിൽ ഒരു പ്രളയ സാധ്യത അല്ലെങ്കിൽ ഒരു പേമാരി സാധ്യത തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ടത്. വളരെ ശക്തമായ മഴ ഉണ്ടാകുന്നൊരു സാഹചര്യം കൂടി നമ്മൾ കണ്ടതാണ്. നിലവിലത്തെ സാഹചര്യം എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിശക്തമായിരുന്നു ഇടുക്കിയിലെ മഴ. പ്രത്യേകിച്ചും രാത്രികാലങ്ങളിൽ അതിശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വിവിധ പുഴകളിലൊക്കെ വെള്ളം ക്രമാതീതമായി ഉരുകയും വീടുകളിലേക്കും ഒക്കെ കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും നിലവിൽ മഴയ്ക്ക് വലിയ ശമനമുണ്ടെന്ന് തന്നെ പറയാം. കഴിഞ്ഞ രാത്രി മഴയ്ക്ക് കുറവുണ്ട്. പ്രത്യേകിച്ചും മുല്ലപ്പെരിയാർ അടക്കമുള്ള മേഖലകളിലെ പ്രദേശങ്ങളിലൊക്കെ മഴ അല്പം കുറഞ്ഞിട്ടുണ്ട്. കുമ്പളി, നെടുങ്കണ്ടം, വണ്ടിപ്പെരിയാർ തുടങ്ങിയ മേഖലകളിലൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിശക്തമായ മഴ പെയ്യുകയും പ്രളയ സാഹചര്യമൊക്കെ ഉണ്ടാകുകയും ചെയ്തത്. എല്ലാ പുഴയൊക്കെ കരകവിയുന്ന സാധ്യത ഉണ്ടായിരുന്നു. എന്നാൽ ഈ മേഖലകളിലൊക്കെ മഴ നന്നായി കുറഞ്ഞിട്ടുണ്ട്. ആശ്വാസകരമായ കാര്യം തന്നെയാണിത്. ഇപ്പോൾ മുല്ലപ്പെരിയാറിലേക്കുള്ള നീരൊഴുക്കും കുറഞ്ഞിരിക്കുന്നു. എന്നെങ്കിലും നിലവിലും മുല്ലപ്പെരിയാർ ജലാശയത്തിൽ നിന്നും സ്പിൽവേ ഷട്ടറിലുള്ള വെള്ളം പുറത്തേക്ക് എടുക്കുന്നുണ്ട്. ഏകദേശം 7300 ക്യൂസെക്സോളം വെള്ളം സ്പിൽവേയിലൂടെ വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കുന്നു. ഒപ്പം ട്രൽ മാർഗം 1400-1500 ക്യൂസെക്സോളം വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ അതിന് ആനുപാതികമായി ഇപ്പോൾ നിലവിൽ വെള്ളം ഒഴുകിയെത്തുന്നില്ല. ഒഴുകിയെത്തുന്ന ജലാശയത്തിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തേക്കാൾ കൂടുതൽ വെള്ളം പുറത്തേക്ക് എടുക്കുന്ന, അല്ലെങ്കിൽ ശരാശരിയായി ഒഴുകിയെത്തുന്ന വെള്ളത്തിന് ആനുപാതികമായി തന്നെ വെള്ളം പുറത്തേക്ക് എടുക്കുന്ന ഒരു സ്ഥിതി ഉള്ളതിനാൽ ജലനിരപ്പ് കൂടുതലായി ഉയരാത്ത ഒരു അവസ്ഥയുമുണ്ട്. ഇപ്പോൾ നിലവിൽ 138.5 അടിയാണ് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ്. മറ്റ് ചെറുകിട അണക്കെട്ടുകളിലെ ജലനിരപ്പിലും കാര്യമായ വർധനമൊന്നുമില്ലെങ്കിലും ആശങ്കജനകമായ സാഹചര്യം നിലവിലില്ല എന്ന് തന്നെയാണ് കണക്കൂട്ടൽ. എന്നാൽ വരും മണിക്കൂറുകളിലൊക്കെ മഴ വീണ്ടും ശക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കൂടുതൽ മുല്ലപ്പെരിയാർ അടക്കമുള്ള അണക്കെട്ടിൽ നിന്ന് കൂടുതൽ വെള്ളം പുറത്തേക്ക് എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. നിലവിൽ പെരിയാർ നദിയിലെ ജലനിരപ്പും ഉയർന്നൊരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീടുകളിലേക്ക്, വണ്ടിപ്പെരിയാർ, വാളാർടി, വള്ളക്കടവ് തുടങ്ങിയ മേഖലകളിലൊക്കെ വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. വരും മണിക്കൂറുകളില്ലെങ്കിൽ ഇന്ന് വൈകുന്നേരങ്ങളിലുമൊക്കെ മഴ ശക്തമായി പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും. അതാണ് നിലവിലെ ഇടുക്കിയിലെ സാഹചര്യം. അങ്ങനെ ഇപ്പോൾ വലിയ രീതിയിലുള്ള മഴ പെയ്യുന്നില്ല എന്നുള്ള ആശ്വാസകരമായ വാർത്തയാണ് പ്രിൻസും ഇടുക്കിയിൽ നിന്ന് റിപ്പോർട്ട് നൽകുന്നത്. തലസ്ഥാനത്തും നിലവിൽ മഴയ്ക്ക് ശമനമുണ്ട് എന്നുള്ളത് വേണം കണക്കാക്കാൻ. പക്ഷേ കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ ഒഴികെ ബാക്കി എല്ലായിടത്തും യെല്ലോ അലേർട്ട് സാഹചര്യം തന്നെയാണ് നിലവിൽ നിൽക്കുന്നത്. ശക്തമായ മഴ തുടരാനുള്ള ഒരു പശ്ചാത്തലവും കൂടിയാണ് കണക്ക് കൂട്ടുന്നത്. എന്തായാലും അരുൺ മോഹനും പ്രിൻസ് ജെയിംസുമാണ് വിവരങ്ങൾ നൽകിയത്. നമ്മളിനി അന്താരാഷ്ട്ര വാർത്തയിലേക്ക് പോകുമ്പോൾ ഗാസയിൽ ഇസ്രായേൽ ഇടവിട്ട ആക്രമണം നടത്തുന്നതിനിടെ US വൈസ് പ്രസിഡന്റ് JD വാൻസ് എന്ന ബെഞ്ചമിൻ നെതന്യാഹുവിനെ നേരിൽ കാണും. അമേരിക്കൻ പ്രതിനിധികളുമായി ഇസ്രായേൽ നേതാക്കൾ ചർച്ചകൾ നടത്തുന്നതിനിടെയാണ് JD വാൻസും ഇസ്രായേലിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമണത്തിൽ 40 പേർ ഗാസയിൽ കൊല്ലപ്പെട്ടതാണ് റിപ്പോർട്ട്. അതേസമയം ഒരു ബന്ദിയുടെ മൃതദേഹം കൂടി ഹമാസ് ഇസ്രായേലിന് കൈമാറി. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അഭിലാഷ്, വാൻസിന്റെ ഈ ഒരു മീറ്റിംഗ് നെതന്യാഹുവിനെ നേരിട്ട് കാണുമ്പോഴേക്കും എന്തൊക്കെയായിരിക്കും സൂചിപ്പിക്കാനുള്ള സാധ്യതകൾ? അതോടൊപ്പം തന്നെ ട്രംപ് ഹമാസിന് നൽകിയിരിക്കുന്ന ശക്തമായ മുന്നറിയിപ്പ്, ഇത് എങ്ങനെയായിരിക്കാം മാറ്റിമറിക്കുക?
ഹരി, ഇപ്പോൾ ഗാസയിലെ ഒരു സമാധാന കരാർ എന്ന് പറയുന്നത് കയ്യാലപ്പുറത്ത് തേങ്ങ പോലെയാണ്. കാരണം എപ്പോൾ വേണോ അത് ലംഘിക്കപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. ലംഘിക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം. കാരണം ഇന്നലെ കഴിഞ്ഞ ഞായറാഴ്ചയൊക്കെ അടക്കം 40ഓളം പേരാണ് അവിടുത്തെ ആക്രമണത്തിൽ, ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടത്. അവിടെ ഇസ്രായേലിൻ്റെ 2 സൈനികർ നേരെ ഒരു ആക്രമണം ഉണ്ടാവുകയും അവർ കൊല്ലപ്പെടുകയും ചെയ്തു. അതിന് പിന്നാലെ ഇസ്രായേൽ നടത്തിയ ഒരു വലിയ ആക്രമണത്തിലാണ് ഇത്രത്തോളം 40ഓളം പേർ കൊല്ലപ്പെട്ടത്. അതുപോലെ തന്നെ അവിടെ ഒരു യെല്ലോ ലൈൻ ഉണ്ട്. അതായത് ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തിരുന്ന സ്ഥലത്ത് നിന്ന് അവർ കുറച്ച് പിന്നോട്ട് മാറിയിരുന്നു. ഈ ഗാസ സമാധാന കരാറുമായി ബന്ധപ്പെട്ട് അവർ കുറച്ച് പിന്നോട്ട് മാറിയിരുന്നു. ആ പിന്നോട്ട് മാറിയ ഇപ്പോൾ അവർ നിൽക്കുന്ന ലൈനാണ് യെല്ലോ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ യെല്ലോ ലൈനിലേക്ക് ആരും പ്രവേശിക്കരുത് എന്നുള്ള ഒരു നിബന്ധന ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ അവിടുത്തെ ആളുകൾ നമുക്കറിയാം, അവർ പലയിടത്തും ഒരു വീടും നാടും എല്ലാം വിട്ട് പല മേഖലകളിൽ ഒളിച്ചും ഹ്യൂമാനിറ്റേറിയൻ മേഖലയിലൊക്കെ താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടെ വെടിനിർത്തൽ വന്നതിന് ശേഷം അവർ സ്വന്തം വീട് തേടി വരുമ്പോൾ അവർക്ക് യെല്ലോ ലൈനൊന്നും ബാധകമായിരിക്കില്ല, അല്ലെങ്കിൽ അവരൊന്നും ശ്രദ്ധിക്കാറില്ല. പക്ഷേ യെല്ലോ ലൈൻ കടന്നു വന്നു എന്ന് ആരോപിച്ചുകൊണ്ട് നിരവധി പേർ അവിടെ വെടിവെച്ച് കൊല്ലുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അങ്ങനെ ഇപ്പോൾ ഗാസയിലെ വെടിനിർത്തൽ കരാർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെടിനിർത്തൽ എന്ന് പറയുന്നത് ആകെ ഇപ്പോൾ ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതുപോലെ തന്നെ ഹമാസ് ബന്ദികളുടെ മൃതദേഹം കൃത്യമായി വിട്ടു നൽകുന്നില്ല എന്നാരോപിച്ച് ഗാസയിലേക്ക് വരുന്ന സഹായം തടയുമെന്നതടക്കം ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു. ഈ കാര്യത്തിലടക്കം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അമേരിക്കയുടെ പ്രതിനിധികൾ, അപ്പോൾ ഇന്നലെ തന്നെ അവർ ഇസ്രായേലിലെത്തി ചർച്ച നടത്തി. സ്റ്റീവ് വിറ്റ്കോഫും ജറേദ് കുഷ്ണറും ഇസ്രായേലിൽ ഇപ്പോൾ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു അല്പം കൂടി ഈ ഒരു വിഷയത്തിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കുറച്ചുകൂടി ഗൗരവം കണ്ടുകൊണ്ടാണ് US വൈസ് പ്രസിഡന്റ് JD വാൻസ് തന്നെ നേരിട്ടെത്തുന്നതും ചർച്ചകൾ ഏതുവരെയായെന്നും കാര്യങ്ങൾ വിലയിരുത്താനായിട്ട് ബെഞ്ചമിൻ നെതന്യാഹുവോട് നേരിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ JD വാൻസ് ഇന്ന് ഇന്ന് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് വരുന്ന മണിക്കൂറുകളിൽ അവർ കൂടിക്കാഴ്ച നടത്തും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹമാസ് ഇസ്രായേലിലേക്കുള്ള ബന്ദികളുടെ മൃതദേഹ കൈമാറ്റം കൃത്യമായി നടത്തുന്നില്ല എന്നുള്ളതാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. എന്നാൽ അവിടെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്നത് ഗാസ ആകപ്പാടെ തകർന്നു കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അവിടെ ഈ ആളുകളുടെ മൃതദേഹങ്ങൾ എല്ലാം ഈ തകർന്നു വീണ കെട്ടിടങ്ങൾക്ക് അടിയിലാണ്. അപ്പോൾ അതിനെ പുറത്തെടുക്കുന്നതിനായിട്ടുള്ള സംവിധാനങ്ങളൊന്നും ഇപ്പോൾ ഹമാസിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ ഗാസയിലോ ഇല്ല. അത് കൃത്യമായി എത്തണം. അത് എത്തണമെങ്കിൽ ഈ ഗാസയിലേക്ക് വരുന്ന സഹായങ്ങൾ എത്തിക്കുന്ന ട്രക്കുകൾ കൃത്യമായി എത്തണം. ഒരു ദിവസം 600 ട്രക്കെങ്കിലും റഫ വഴി ഗാസയിലേക്ക് എത്തിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ അടക്കമുള്ള സാധനങ്ങൾ ഗാസയിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യമുള്ളൂ. അപ്പോൾ അത് കൃത്യമായി എത്തിയാൽ മാത്രമേ ഈ ബന്ദികളുടെ മൃതദേഹ കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ അവിടെ കൃത്യമായി നടക്കുകയുള്ളൂ. ഈ ഒരു അതായത് നിലവിൽ 28 ബന്ദികളുടെ മൃതദേഹം ഉള്ളതിൽ 13 പേരുടെ മൃതദേഹങ്ങൾ ഇതിനോടകം തന്നെ ഹമാസ് കൈമാറി കഴിഞ്ഞു. ഇനി 14ഓളം പേരുടെ മൃതദേഹങ്ങളാണ് ഹമാസ് ഇസ്രായേലിന് കൈമാറാനുള്ളത്. പക്ഷേ അത് കൈമാറണമെങ്കിൽ ഈ മൃതദേഹങ്ങൾ ഇരിക്കുന്നിടത്തു നിന്ന് അതിനെ പുറത്തെടുക്കാനും അതുപോലെ കൃത്യമായ രീതിയിൽ റെഡ് ക്രോസിനെ ഏൽപ്പിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാവണം. പക്ഷെ അതില്ല, ഗാസയിൽ നിലവിൽ അതില്ല എന്നുള്ളതാണ് ഹമാസിന്റെ നിലപാട്. ഹമാസ് പറയുന്നത് ഇങ്ങനെ ബന്ദികളെ കൈമാറുന്നതിൽ അല്ലെങ്കിൽ ബന്ദികളുടെ മൃതദേഹം കൈമാറുന്നതിൽ തങ്ങൾക്ക് ഒരു മടിയുമില്ല, അതിൽ തങ്ങൾ മനഃപൂർവ്വമായിട്ടൊരു തടസ്സം വയ്ക്കുന്നതല്ല എന്നുള്ളതാണ് ഹമാസ് പറയുന്നത്. എന്നാൽ ഇസ്രായേൽ പറയുന്നത് ഇത് കൃത്യമായി വൈകിപ്പിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വൈകിപ്പിച്ചാൽ ഈ ഗാസയുടെ സമാധാന കരാറിന്റെ 2ാം ഘട്ടത്തിലേക്ക് തങ്ങൾ കടക്കുകയില്ല, 2ാം ഘട്ട ചർച്ചകൾക്ക് തങ്ങൾ ഒരുക്കമല്ല. ഈ ബന്ദികളുടെ മൃതദേഹം പൂർണ്ണമായി കൈമാറാതെ എല്ലാ മൃതദേഹങ്ങളും കൃത്യമായി ഇസ്രായേൽ അതിർത്തി കടക്കാതെ ഒരു തരത്തിലുള്ള ചർച്ചകൾക്കും തങ്ങളില്ല എന്നുള്ളതാണ് ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം എടുത്ത നിലപാട്. എന്നാൽ ഹമാസിന്റെ ഒരു നിലപാട് കൂടെ കണക്കിലെടുത്തുകൊണ്ട്, ഹമാസിന്റെ വിശദീകരണം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടെ മയപ്പെട്ട രീതിയിലുള്ള നിലപാടുകൾ എടുക്കണമെന്ന് ആവശ്യപ്പെടാൻ JD വാൻസ് അതുകൂടി ഇന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെടാനുള്ള സാധ്യതകളാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ JD വാൻസ് തന്നെ നേരിട്ട് ഒരു ഇസ്രായേലിലേക്ക് ഒരു വിസിറ്റ് ഇപ്പോൾ ഇന്ന് നടത്തുന്നത്. ഇന്ന് കാര്യങ്ങളെല്ലാം ചർച്ചയാകും. അതേസമയം മറ്റൊരു ഇതെന്ന് പറയുന്നത് ഇപ്പോഴും ഡൊണാൾഡ് ട്രംപ് ഹമാസിനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ അവിടെ നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ 40ഓളം പേർ അവിടെ കൊല്ലപ്പെട്ട സാഹചര്യമുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച മാത്രം. അപ്പോൾ ഈ ഒരു സംഘർഷം തുടരുന്നതിനിടെ ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം ഉണ്ടായാൽ അതിന് വലിയ തിരിച്ചടിയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. ഹമാസ് മര്യാദയ്ക്ക് പോയാൽ മര്യാദയ്ക്ക്, ഇല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ഹമാസിനെ നശിപ്പിക്കും എന്നുള്ളൊരു ഭീഷണി കൂടി ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം ഭീഷണികളൊന്നും ഇസ്രായേലിനോടില്ല എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും എടുത്തു കാണേണ്ടത്. കാരണം ഇസ്രായേൽ
ഇസ്രായേലും അമേരിക്കയും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. അത്തരത്തിൽ അവർ തമ്മിൽ വലിയ ബന്ധമുണ്ട്. എന്നാൽ ഹമാസിനെതിരായിട്ടുള്ള ഭീഷണി ഡൊണാൾഡ് ട്രംപ് തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മറ്റൊരു വശത്ത് നമ്മൾ ഗാസയിൽ കാണേണ്ട വേറൊരു കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്നോട്ടടിച്ച സ്ഥലത്ത് അവിടെ ഹമാസിന്റെ ആളുകൾ ഗാസ സെക്യൂരിറ്റി ഫോഴ്സ് എന്നുള്ള പേരിൽ കൃത്യമായി നിലയുറപ്പിക്കുന്നു. അവർ കൂടുതൽ ഹമാസിന്റെ ഗാസ വിട്ടുപോയ ഹമാസിന്റെ സൈനികരെ തിരിച്ചു വിളിക്കുന്നു എന്നുള്ള ഒരു ഗുരുതരമായ ഒരു റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. ആ കാര്യം ശരിയാണെങ്കിൽ ഗാസയിലെ വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കാരണം ബന്ദി കൈമാറ്റം കഴിഞ്ഞാൽ അടുത്ത ഘട്ടമെന്ന് പറയുന്നത് ഹമാസിന്റെ നിരായുധീകരണമാണ്. അങ്ങനെ നിരായുധീകരിക്കാൻ പോകുന്ന ഹമാസ് എന്തിനാണ് സൈനികരെ വിളിച്ചു വരുത്തുന്നത് എന്നുള്ള കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ റിപ്പോർട്ടുകൾ ശരിയാണെന്നുണ്ടെങ്കിൽ ഗാസ സമാധാന കരാറിന്റെ ലംഘനം ഹമാസിന്റെ ഭാഗത്തു നിന്നും, അതായത് ഇസ്രായേൽ ആദ്യമേ ആ സമാധാന കരാറിന്റെ വെടിനിർത്തൽ കരാർ ലംഘനം നടത്തി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഹമാസിന്റെ ഭാഗത്തു നിന്നും ഇതൊരു ലംഘനമായി കണക്കാക്കേണ്ടി വരും. ഹരി, ഇല്ല അഭിലാഷ്, ഇതിൽ രണ്ട് കാര്യങ്ങളാണല്ലോ. ഒന്ന്, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹമാസ് ഒന്നുകിൽ മര്യാദയ്ക്കെങ്കിൽ മര്യാദയ്ക്ക്, അല്ലെങ്കിൽ ഉന്മൂലനം എന്നുള്ളത് തന്നെയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നുള്ള പ്രസ്താവന. അത് ഇസ്രായേലിലേക്ക് കാണുന്നില്ല. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇപ്പോൾ വാൻസ് നെതന്യാഹുമായിട്ടുള്ള കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഈ യെല്ലോ ലൈൻ, ഇതാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. യെല്ലോ ലൈൻ മറികടക്കുന്നതോടുകൂടിയാണല്ലോ ഇസ്രായേൽ ഈ ഒരു ആക്രമണം നടത്തുന്നത്. പ്രത്യേകിച്ച് ഈ കുടുംബങ്ങളൊക്കെ അവർ തിരിച്ച് നാട്ടിലേക്കോ അവരുടെ സ്ഥലത്തേക്ക് വരുമ്പോഴേക്കും ഈ യെല്ലോ ലൈനൊന്നും അവർക്ക് ബാധകമാവില്ല. അപ്പം 2 ദിവസങ്ങൾക്ക് മുമ്പ് 11 പേരടങ്ങുന്ന ഒരു കുടുംബത്തെയും ഇതുപോലെ ഇസ്രായേൽ കൊലപ്പെടുത്തുകയും ചെയ്തു. ഇന്ന് കഴിഞ്ഞ ദിവസം 40ആയി. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും വാൻസ് നെതന്യാഹുവിനോട് ഈ യെല്ലോ ലൈനുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾ അതെന്തെങ്കിലും ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ടോ? ഒന്ന്. രണ്ട്, ഇരുവരും ചേർന്നൊരു പത്രസമ്മേളനത്തിന് സാധ്യതയുണ്ട്. ഇപ്പോൾ വാൻസും നെതന്യാഹുവും തമ്മിലൊരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഇരുവരും ഒരുമിച്ചിരുന്ന് ഒരു പത്രസമ്മേളനത്തിന് സാധ്യത കാണുന്നുണ്ട്. ഹരി, ഇപ്പോൾ രണ്ടുപേരുടെയും ചർച്ചകൾക്ക് ശേഷമായിരിക്കും ഇത്തരം കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക. എന്തായാലും ഒരു സ്റ്റേറ്റ്മെന്റ് എന്തായാലും ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. കാരണം ഈ യെല്ലോ ലൈനിനെ സംബന്ധിച്ച് ഇപ്പോൾ അറിയാം, ഈ യെല്ലോ ലൈൻ കടന്നാൽ ഒരു ദാക്ഷിണ്യവുമില്ലാതെ വെടിവെച്ചിടുന്ന ഒരു രീതിയിലേക്കാണ് ഇസ്രായേൽ സൈന്യം അവിടെ ഗാസയിൽ കൈക്കൊള്ളുന്നത്. കാരണം അവർ ഈ യെല്ലോ ലൈൻ എന്ന് പറയുന്നത് കൃത്യമായും ഗാസയുടെ ഒരു അതിർത്തിയായിട്ട് തന്നെ IDF കാണുന്നുണ്ട്. അതായത് ഈ ഗാസയുടെ അതിർത്തി എന്ന് പറയുന്നത് ഈ യെല്ലോ ലൈൻ കഴിഞ്ഞ് എത്രയോ പിന്നിലാണ്. എന്നിരുന്നാൽ പോലും ഈ ഇപ്പോൾ യെല്ലോ ലൈൻ വരച്ചിരിക്കുന്ന സ്ഥലത്തും അവിടെ ആളുകൾ താമസിച്ചിരുന്ന ഇടം തന്നെയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് സ്വന്തം വീടുകൾ തേടി വരുമ്പോൾ അവർ ആരും സ്വാഭാവികമായിട്ടും സ്വന്തം വീട് തേടി വരുന്നവർ അവിടുത്തെ യെല്ലോ ലൈനും ഒന്നും ശ്രദ്ധിക്കാറില്ല. പക്ഷെ അങ്ങനെ വരുമ്പോൾ അവരെ വെടിവെച്ചിടുന്ന ഒരു നയമാണ് ഇസ്രായേൽ സൈന്യം സ്വീകരിക്കുന്നത്. അത് ഒഴിവാക്കണമെന്നുള്ളത് ഒരു പക്ഷേ JD വാൻസ് ആവശ്യപ്പെട്ടേക്കാം. ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്തായാലും ബെഞ്ചമിൻ നെതന്യാഹുവിനെ കണ്ടതിന് ശേഷം എന്തായാലും ഒരു പ്രസ് കോൺഫറൻസോ ഒരു സ്റ്റേറ്റ്മെന്റോ എന്തായാലും ഇരുവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. അതിൽ ഒരുപക്ഷെ ഇക്കാര്യങ്ങൾ സംസാരിച്ചേക്കാം. അതുപോലെ ഈ ഹമാസിന്റെ നിരായുധീകരണത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ഈ ഇവരുടെ മീറ്റിംഗിന് ശേഷം നമുക്ക് ഒരുപക്ഷെ ലഭിക്കും. കാരണം ഈ സ്റ്റേറ്റ്മെന്റിൽ അത്തരം കാര്യങ്ങളും കൂടി ഉൾപ്പെട്ടിട്ടുണ്ടാകും. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത് 20 പോയിന്റുള്ള ഗാസയിലെ സമാധാന കരാർ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള എന്നാൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് എന്ന് പറയുന്നതാണ് ഈ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ ഹമാസിന്റെ നിരായുധീകരണമുണ്ട്. അവരോട് എല്ലാ ആയുധങ്ങളും താഴെ വെച്ച് അവിടുത്തെ പ്രധാനപ്പെട്ട അവരുടെ ഡീമിലിറ്ററൈസേഷനാണ്. അതായത് അവിടുത്തെ ആയുധ കേന്ദ്രങ്ങളും ആയുധ പരിശീലന കേന്ദ്രങ്ങളും അടക്കം അവിടുന്ന് ഒഴിവാക്കി അവരോട് മറ്റ് തൊഴിലുകൾ തേടി പോകുക. അതായത് ഹമാസ് എന്ന് പറയുന്ന ഒരു സംഘടന അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സ് വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ളതാണ് ഹമാസിന്റെ നിലവിൽ ജീവനുള്ള അംഗങ്ങളോട് ഗാസ സമാധാന കരാർ ആവശ്യപ്പെടുന്നത്. ഫലത്തിൽ ആ കരാറിൽ അവർ അംഗീകരിച്ചതിന് തുല്യമാണ്. അംഗീകരിച്ചത് കൊണ്ടാണ് ഇത്തരത്തിൽ ബന്ദി കൈമാറ്റം പരസ്പരം നടന്നതും ബന്ദികളുടെ മൃതദേഹ കൈമാറ്റം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും. എന്നാൽ ആ കരാറിൻ്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഗാസയിലെ IDF പിന്മാറിയ സ്ഥലത്തേക്ക് ഹമാസിൻ്റെ സൈനികരെ തിരിച്ചു വിളിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് വരുന്നത്. അതുപോലെ തന്നെ ഹമാസ് നേരത്തെ ഈജിപ്തിൽ നടന്ന ചർച്ചയിൽ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അതായത് തങ്ങൾ വലിയ വലിയ ആയുധങ്ങളെല്ലാം താഴെ വെച്ച് കീഴടങ്ങാൻ തയ്യാറാണ്, പക്ഷേ ചെറിയ ആയുധങ്ങൾ തങ്ങൾക്ക് കയ്യിൽ വെക്കാനുള്ള അവകാശം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആ ഒരു ആവശ്യത്തോട് പൂർണ്ണമായും നിരാകരിക്കുന്ന നിലപാടാണ് അമേരിക്കയും ഇസ്രായേലും എടുത്തത്. അതുപോലെ തന്നെ ഈ പലസ്തീനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച രാജ്യങ്ങൾ പോലും ഹമാസിന്റെ നിരായുധീകരണത്തിന് കൃത്യമായ നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ 2ാം ഘട്ട ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞ ഇസ്രായേലിനെ അനുനയിപ്പിച്ചു കൊണ്ടുവരാനായിരിക്കും JD വാൻസ്. 2ാം ഘട്ട ചർച്ചകളിലേക്ക് ഈ ഒരു
രണ്ടാം ഘട്ട ചർച്ചകളിലേക്ക് നീങ്ങണം, അതിലേക്ക് അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് JD വാൻസ് ഇന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിനെ കാണുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. വിവരങ്ങളാണ് അഭിലാഷ് രാധാകൃഷ്ണൻ നൽകിയത്. നമ്മൾ നേരെ ഇനി ഇറാനിലേക്ക് പോകുന്നതാണ്. ഇറാനുമായിട്ടുള്ള ചർച്ചകൾക്ക് തയ്യാറാണെന്നുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം അപ്പാടെ തന്നെ തള്ളുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനേയി. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടെ നിലവിൽ നിൽക്കുകയാണ്. നമ്മൾ ആ വാർത്തയിലേക്ക് കിടക്കുകയാണ്. ഇറാന്റെ ആണവശേഷി നശിച്ചു എന്ന ട്രംപിന്റെ അവകാശവാദവും ഖമനേയി നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തീരുമാനം എന്താകണമെന്ന് നിശ്ചയിച്ചുള്ള ചർച്ചകൾ പ്രഹസനമാണ്, അത് അടിച്ചേൽപ്പിക്കലും ഭീഷണിയുമാണെന്നും ഇറാൻ പരമോന്നത നേതാവ് അറിയിച്ചു. അഭിലാഷിലേക്ക് തന്നെയാണ് പോകുന്നത്. അഭിലാഷ്, ഇറാൻ വ്യക്തമാക്കി അല്ലേ? അതെ, അതായത് ഈ അമേരിക്കയും ഇറാനും തമ്മിൽ ആണവ ചർച്ച നടക്കുന്നത് കഴിഞ്ഞ ജൂണിൽ ഒക്കെയാണ് നടക്കുന്നത്. അപ്പോൾ അതിൽ പരോക്ഷമായിട്ടാണ് രണ്ട് നേതാക്കളും, അമേരിക്കയിലെയും ഇറാൻ്റെ നേതാക്കൾ കൃത്യമായി ഒരുമിച്ച് ഒരു മേശയ്ക്ക് ചുറ്റും വരുന്നുള്ള ചർച്ചകളൊന്നും ആയിരുന്നില്ല. പരോക്ഷമായിട്ടുള്ള ചർച്ചകളായിരുന്നു. 5 റൗണ്ട് ചർച്ചകളാണ് നടന്നത്. അതായത് ഇറാനിലെ യുറാനിയം സമ്പുഷ്ടീകരണം, അത് വലിയ രീതിയിൽ അവർ ആണവ ബോംബുണ്ടാക്കാനുള്ള നീക്കമാണ് നടക്കുന്നതൊക്കെയുള്ള ആരോപണങ്ങൾ വന്നിരുന്നു. അതിനു പിന്നാലെയാണ് ഇവരുടെ ആണവ കേന്ദ്രങ്ങൾ ഷട്ട് ഡൗൺ ചെയ്യണം, അല്ലെങ്കിൽ യുറാനിയം സമ്പുഷ്ടീകരണം നിർത്തലാക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് അമേരിക്ക ഇടപെട്ട ഒരു ചർച്ചകൾ നടക്കുന്നത്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാനിൽ ആണവ കേന്ദ്രങ്ങളുള്ളത്, അല്ലെങ്കിൽ അവരുടെ യുറാനിയം സമ്പുഷ്ടീകരണം ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ ഭീഷണിയാണ്. കാരണം ഇറാൻ ഒന്നും മനസ്സ് വിചാരിച്ചാൽ അവർക്ക് ഇസ്രായേലിനെ തകർക്കാൻ കഴിയുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു തന്നെ പറഞ്ഞ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലായിരുന്നു അന്ന് കഴിഞ്ഞ ജൂണിൽ 5 റൗണ്ട് ചർച്ചകൾ നടക്കുന്നതും. എന്നാൽ 6ാം റൗണ്ട് ചർച്ചകൾ നടക്കാനിരിക്കെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് നടക്കുന്നതും, B2 സ്റ്റെൽത്ത് ബോംബർ ഉപയോഗിച്ചുള്ള അമേരിക്കയുടെ മാത്രം കയ്യിലുള്ള ഈ B2 സ്റ്റെൽത്ത് ബോംബർ ഉപയോഗിച്ച് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുന്നത്. എന്നാൽ അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അമേരിക്ക പറഞ്ഞിരിക്കുന്നു. എന്നാൽ അമേരിക്കയുടെ ചർച്ചയ്ക്ക് തയ്യാറാണെന്നുള്ള അമേരിക്കയുടെ നിർദ്ദേശത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇറാന്റെ നേതാവ് ആയത്തുള്ള അലി ഖമനേയി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അമേരിക്കയുമായി ഒരു ചർച്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല എന്ന് കൃത്യമായി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തെ പൂർണ്ണമായും തള്ളിയിരിക്കുന്നു. അതായത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ കൃത്യമായി നശിപ്പിച്ചു എന്നുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദത്തെ പൂർണ്ണമായും തള്ളിയിരിക്കുന്നു. അലി ഖമനേയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: അമേരിക്കയ്ക്ക് സ്വപ്നം കാണാം, ആ സ്വപ്നം പറയാം, പക്ഷേ അതൊന്നും യാഥാർത്ഥ്യമാണെന്ന് കരുതരുത് എന്നുള്ളതാണ് അലി ഖമനേയി പറഞ്ഞിരിക്കുന്നത്. അതായത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് ഒരു കുഴപ്പവും തട്ടിയിട്ടില്ല എന്നുള്ളതാണ് അലി ഖമനേയി കൃത്യമായി പറഞ്ഞു വച്ചിരിക്കുന്നത്. മാത്രമല്ല, അമേരിക്കയുമായുള്ള ചർച്ചകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് അമേരിക്കയുമായി ചർച്ചയുടെ അവസാനം എന്താകണമെന്ന് അമേരിക്ക നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. അത്തരത്തിൽ മുൻകൂട്ടി തീരുമാനിച്ച ഒരു കൺക്ലൂഷനുമായിട്ട് വന്ന ഒരു ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ് അലി ഖമനേയി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഇറാൻ വീണ്ടും ആണവ ബോംബുകൾ അല്ലെങ്കിൽ ആണവ ആയുധങ്ങൾ നിർമ്മിക്കാൻ ഒരുങ്ങുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് പല രാജ്യങ്ങളും ഇപ്പോൾ വീണ്ടും 2015 എടുത്തു കളഞ്ഞ സാങ്ഷൻസ്, ഉപരോധങ്ങൾ ഇറാനെതിരെ വീണ്ടും യുഎനിൽ കൊണ്ടുവന്ന് ഇറാനുമേലെ അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ റഷ്യയുമായി ചേർന്നുകൊണ്ട് ഇറാൻ കൂടുതൽ ആണവ കേന്ദ്രങ്ങൾ നിർമ്മിക്കാനുള്ള കരാറൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിലാണ് അമേരിക്ക വീണ്ടും ഇറാനെ ചർച്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുന്നത്. തന്നെയാണ് സാഹചര്യം. അങ്ങനെ അപ്പാടത്തുള്ളതാണ് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഓരോ വാദങ്ങളും തള്ളിക്കൊണ്ടാണ് ആയത്തുള്ള അലി ഖമനേയി രംഗത്തെത്തിയിരിക്കുന്നത്. അമേരിക്കയ്ക്ക് എന്തായാലും ചർച്ചയ്ക്ക് മുമ്പ് തന്നെ എന്താണ് അവസാനം ഒരു തീരുമാനം ഉണ്ടാകണം എന്നുള്ള അമേരിക്കയുടെ ഒരു മുൻകൂർ ധാരണയുണ്ട്. അതൊന്നും നടക്കാൻ പോകുന്നില്ല. അമേരിക്കയ്ക്ക് സ്വപ്നം കാണാം, അമേരിക്കയ്ക്ക് എന്ത് വേണമെങ്കിലും ചിന്തിച്ചു കൂട്ടാം, അവർക്ക് ആഗ്രഹിക്കാം, പക്ഷെ അതൊന്നും നടപ്പിലാവണമെന്ന ആവശ്യം ഉണ്ടാകില്ല എന്നുള്ള ആയത്തുള്ള അലി ഖമനേയിയുടെ വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ വളരെ അധികം ചർച്ചയാകുന്നത്. ഇറാൻ അവരുടെ സ്റ്റേറ്റ്മെന്റ് എന്തായാലും പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. ഇനി അമേരിക്കയിൽ ഒരു വലിയ പ്രതിസന്ധി തുടരുന്ന ഒരു സാഹചര്യം നമ്മൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാലോ. ഷട്ട് ഡൗൺ നിലനിൽക്കുന്ന ഒരു സാഹചര്യം. 21ാം ദിവസത്തിലേക്കാണ് ഈ ഷട്ട് ഡൗൺ നീണ്ടു നിൽക്കുന്നത്. ഈ ധനാനുമതി ബില്ല് ഇങ്ങനെ സെനറ്റിൽ വീണ്ടും പരാജയപ്പെടുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിൽക്കുന്നത്. ഏകദേശം 11ാം തവണയാണ് ഈ ബില്ല് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉള്ളത്. അത് ബാധിക്കപ്പെടുന്നത് ലക്ഷക്കണക്കിന് സർക്കാർ ജീവനക്കാർക്ക് കൂടിയാണ്. അവർക്ക് ശമ്പളം ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധിക്ക് കാരണമാകുന്നത് ഈ ഒരു ഘട്ടത്തിൽ. അങ്ങനെ അമേരിക്ക വല്ലാത്തൊരു പ്രതിസന്ധിയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സെനറ്റിൽ വീണ്ടും തുടർച്ചയായി ഈ ബില്ല് പാസ്സാക്കപ്പെടുന്നില്ല. ഇത് വീണ്ടും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്ന ആണ് നമ്മൾ കാണുന്നത്. അജയ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അജയ്, ഇങ്ങനെ തുടർച്ചയായി ഈ ബില്ല് സെനറ്റിൽ പരാജയപ്പെടുന്നു. 21ാം ദിവസത്തിലേക്ക് അമേരിക്ക ഷട്ട് ഡൗണിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം. ശമ്പളമില്ല സർക്കാർ ജീവനക്കാർക്ക്. ഒരു വല്ലാത്ത പ്രതിസന്ധി.
അതെ, തീർച്ചയായിട്ടും ഹരി. അമേരിക്കയുടെ ചരിത്രത്തിലുള്ള ഏറ്റവും വലിയ രണ്ടാമത്തെ ഷട്ട് ഡൗണിലേക്കാണ് ഇപ്പോൾ നിലവിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു മുൻപേ ട്രംപ് ആദ്യത്തെ തവണ അധികാരത്തിൽ കയറിയ സമയത്തായിരുന്നു ഒരു വലിയ ഷട്ട് ഡൗൺ അമേരിക്ക നേരിട്ടത്. അന്ന് 35 ദിവസത്തെ ഷട്ട് ഡൗൺ ആയിരുന്നു. എന്നാൽ എടുത്തു പറയാനുള്ളത് അന്നെല്ലാം നേരിട്ടത്, അതിനു മുൻപേ 1995 ഷട്ട് ഡൗൺ നേരിട്ടിരുന്നു. അതും വളരെ ദീർഘമേറിയതായിരുന്നു. എന്നാൽ അന്നെല്ലാം ഉണ്ടായത് ഒരു പാർഷ്യൽ ഷട്ട് ഡൗൺ ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ മേഖലയും ഇത് ബാധിച്ചിരുന്നില്ല. സർക്കാർ ഫെഡറൽ ഗവൺമെന്റിന് കീഴിലുള്ള പല മേഖലയുമാണ് ഇത് അന്ന് ബാധിച്ചിരുന്നത്. എന്നാൽ നിലവിലുള്ള ഷട്ട് ഡൗൺ എല്ലാ മേഖലകളെയും ഒരേപോലെ സ്തംഭിപ്പിച്ച, എല്ലാതരം ജനങ്ങളെയും പ്രതിസന്ധിയിലാക്കുന്ന, അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ താഴേക്ക് കൊണ്ടുവരുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് ഈ പുതിയ ഷട്ട് ഡൗൺ വഴി ഉണ്ടായിരിക്കുന്നത്. തുടർച്ചയായിട്ടുള്ള 21ാമത്തെ ദിവസമാണ് ഈ ഷട്ട് ഡൗൺ നീണ്ടുപോകുന്നത്. 11 തവണ ഈ ബില്ല് ചർച്ചയ്ക്കെടുത്തെങ്കിലും ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻസും തമ്മിൽ ഒരു ധാരണയിലെത്തിയില്ല. ഇവർ തമ്മിൽ ഇപ്പോഴും തെറ്റിപ്പിരിയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഈ ഡെമോക്രാറ്റുകൾ ഈ റിപ്പബ്ലിക്കൻസിന്റെ ഒരു ആവശ്യവും അംഗീകരിക്കാതെ നിൽക്കുന്നതാണ് ഇത്ര വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കാൻ കാരണമായത്. ഇവരെ ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഇടയ്ക്ക് വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ഡെമോക്രാറ്റുകൾ അവരുടെ ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. പ്രധാനമായിട്ടും ഇവർ ഉന്നയിക്കുന്ന ആവശ്യം ഈ അഫോർഡബിൾ ഹെൽത്ത് കെയർ ആക്ട്, ഇതനുസരിച്ച് അമേരിക്കയിൽ ഇപ്പോൾ പുതുതായിട്ടുള്ള ഒരു ഈ ഹെൽത്ത് കെയർ സേവനങ്ങൾ അത് ഒരു പരിധിക്ക് മുകളിൽ അതിൻ്റെ ചെലവുകൾ ഉയർന്നു പോകാതിരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ആക്റ്റാണ് ഈ അഫോർഡബിൾ ഹെൽത്ത് കെയർ ആക്ട് എന്ന് പറയുന്നത്. എന്നാൽ അതിൻ്റെ ഒരു കാലാവധി ഈ നവംബറിൽ അവസാനിക്കുകയാണ്. ഇതിൻ്റെ കാലാവധി ഇനിയും നീട്ടണം എന്നതാണ് ഡെമോക്രാറ്റുകൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. അതായത് 20 മില്യൺ ജനങ്ങൾക്ക് അവരുടെ ആരോഗ്യ സേവനങ്ങൾ, ആരോഗ്യ പരിരക്ഷകൾ, പ്രായമായവർക്കും കുട്ടികൾക്കും എല്ലാമുള്ള സേവനങ്ങൾ, ഇതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന ബില്ലാണ്. അത് ഇനിയും കാലാവധി കുറച്ചുകൂടി നീട്ടണം എന്നാണ് ഡെമോക്രാറ്റുകൾ ആവശ്യപ്പെടുന്നത്. എന്നാൽ റിപ്പബ്ലിക്കൻസ് പറയുന്നത് ഇത് ഒരിക്കലും ധനാനുമതി ബില്ലിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല, നിലവിൽ അതിലെ ചർച്ചകളൊക്കെ പിന്നീടാകാം എന്നാണ് റിപ്പബ്ലിക്കൻസ് പറയുന്നത്. എന്നാൽ ഡെമോക്രാറ്റുകൾ ഒരു മറുവാദമായിട്ട് പറയുന്നത് ഇപ്പോഴിത് മറ്റ് എല്ലാ ധനാനുമതി ബില്ലുകളുടെയും കൂടെ ഇത് പരിഗണിച്ചില്ലെങ്കിൽ റിപ്പബ്ലിക്കൻസ് ഒരിക്കലും ഇത് നടത്താൻ പോകുന്നില്ല എന്നൊരു വാദമാണ് ഡെമോക്രാറ്റുകൾ പറയുന്നത്. നിലവിൽ ഈ ഒരു വോട്ടെടുപ്പ് 50-43 അവസാനിച്ചു. ഇത് പാസ്സാകാൻ വേണ്ടി, ധനാനുമതി ബില്ല് പാസ്സാകാൻ വേണ്ടി മിനിമം 60 വോട്ടെങ്കിലും വേണം. അതുകൊണ്ട് തന്നെ ഈ 7 ഡെമോക്രാറ്റുകളുടെ പിന്തുണ വേണം. അത് ഉറപ്പാക്കാൻ ഇതുവരെ റിപ്പബ്ലിക്കൻസിന് സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു 53 വരെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു 7 വോട്ടുകൾ കൂടി ആവശ്യമുണ്ട്. 60 വോട്ടുകളാണ് നിർണായകമായി നിൽക്കുന്നത്. അത് കിട്ടാതെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധി അതീവ രൂക്ഷമായി നിൽക്കുന്നത്. ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും തമ്മിലുള്ള ഈ ഒരു വാദപ്രതിവാദങ്ങൾ ഇങ്ങനെ ശക്തമായ രീതിയിൽ തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും നമ്മളൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളുമായി മടങ്ങിയത്. നമ്മൾ തിരികെ വാർത്തകളിലേക്ക് വരികയാണ്. ശബരിമലയിലെ സ്വർണ്ണമോഷണ കേസ് അത് വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഇന്നലെ SIT സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്ത സുഹൃത്തും സഹായിയുമായ അനന്ത സുബ്രഹ്മണ്യത്തെ ചോദ്യം ചെയ്തൊരു സാഹചര്യം. ആ ചോദ്യം ചെയ്യൽ ഏകദേശം 18-19 മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുകയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് അനന്ത സുബ്രഹ്മണ്യത്തിന് അറസ്റ്റ് ഉണ്ടാകുമോ എന്നത് സംബന്ധിച്ചാണ്. എന്തായാലും നമ്മൾ ആ വാർത്തകളിലേക്ക് തന്നെയാണ് പോകുന്നത്. അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്ത സുഹൃത്തും സഹായിയുമായ അനന്ത സുബ്രഹ്മണ്യനെ കേസുമായി ബന്ധപ്പെട്ട SIT വിശദമായി ചോദ്യം ചെയ്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പോറ്റിയുടെ ഭൂമി ഇടപാടുകളും SIT പരിശോധിക്കുന്നുണ്ട്. തെളിവെടുപ്പിന്റെ ഭാഗമായി ഗൂഢാലോചന നടന്ന ബംഗളൂരുവിൽ ഉൾപ്പെടെ പോറ്റിയെ വൈകാതെ തെളിവെടുപ്പിന് എത്തിച്ചേക്കുമെന്നാണ് സൂചന. അരുൺ ചേരും കൂടുതൽ വിശദാംശങ്ങളുമായി. അരുൺ, ഈ ഒരു സാഹചര്യം ഇപ്പോൾ അനന്ത സുബ്രഹ്മണ്യത്തെ ചോദ്യം ചെയ്ത് വരികയാണ്. നിർണായകമായ വിവരങ്ങൾ പലതും ലഭിക്കാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിൽക്കുന്നത്. ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുകയാണോ? ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഇന്ന് വൈകാതെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്താനാണ് സാധ്യത. ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നു. ഇയാൾക്ക് ഇതിൽ കൃത്യമായ പങ്കുണ്ട് എന്ന് SITക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തപ്പോൾ തന്നെ ഇയാളുടെ പങ്ക് വ്യക്തമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അനന്ത സുബ്രഹ്മണ്യത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. ഈ 18 മണിക്കൂർ 19 മണിക്കൂറോളം ആകുന്നു ഈ ചോദ്യം ചെയ്യൽ. ഇപ്പോഴും ഇഞ്ചക്കൽ ഓഫീസിലാണ് അയാളുള്ളത്. അവിടെ ഇഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണുള്ളത്. അവിടെ അല്പസമയത്തിനകം അറസ്റ്റ് രേഖപ്പെടുത്താൻ തന്നെയാണ് സാധ്യത. മാത്രമല്ല ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തെളിവെടുപ്പും ഇന്ന് ആരംഭിച്ചേക്കും. ഈ ദിവസങ്ങളിലൊക്കെ അയാളെ കസ്റ്റഡിയിലുണ്ടെങ്കിലും ചോദ്യം ചെയ്യലായിരുന്നു പ്രധാനമായും നടന്നത്. കസ്റ്റഡിയിലുള്ളപ്പോൾ അയാളെ വീട്ടിൽ പോലീസ് തെളിവ് ശേഖരിക്കാൻ പോയിരുന്നു. അതിന്റെ അപ്പുറത്തേക്ക് ബംഗളൂരുവും അതുപോലെ തന്നെ ശബരിമല അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇയാളെ, ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇയാളെ കൊണ്ടുപോയി തെളിവെടുക്കേണ്ടതുണ്ട്. ശബരിമലയിൽ ഈ നട അടച്ച ശേഷമാകും, 22-ന് നട അടച്ച ശേഷമാകും ഇയാളെ തെളിവെടുപ്പിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിക്കുക. അതിന് മുമ്പ് തന്നെ മറ്റ് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുക്കാനാണ് അന്വേഷണ സംഘം ആലോചിക്കുന്നത്. നിർണായകമായ പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കും. കോടതിയുടെ കർശന
നിരീക്ഷണത്തിലും മേൽനോട്ടത്തിലുമാണ് ഈ SITയുടെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. 6 ആഴ്ച സമയമാണ് ഹൈക്കോടതി നൽകിയിട്ടുള്ളത്. അതിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. അത് ഉടൻ തന്നെ നൽകണം. അതിന്റെ പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും. ഇതിൽ കൂടുതൽ ആളുകളെ പ്രതികരിക്കുന്നതടക്കമുള്ള മുരാരി ബാബു ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ പങ്ക് ഇതിനകം വ്യക്തമായിട്ടുണ്ട്. അവരെയും വൈകാതെ കസ്റ്റഡിയെടുക്കാനും ചോദ്യം ചെയ്യാനുമാണ് പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അരുൺ, അതോടൊപ്പം തന്നെ അടച്ചിട്ട മുറിയിലായിരിക്കുമോ ഈ കാര്യങ്ങളൊക്കെ നടക്കുക എന്നുള്ളതും കൂടി അറിയേണ്ടതുണ്ടല്ലോ. ഇപ്പോൾ ഇന്ന് പ്രാഥമിക റിപ്പോർട്ട് നൽകുമ്പോൾ പോലും വളരെ സൂക്ഷ്മമായ രീതിയിൽ തന്നെ ആയിരിക്കുമല്ലോ കോടതി ഇത് ഹാൻഡിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ 15ഓളം പേർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പങ്കുണ്ട് എന്നുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിവരങ്ങളും ഉണ്ട്. അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും SITയുടെ നീക്കം എന്നതും വളരെയധികം ഉറ്റുനോക്കുന്ന ഒരു കാര്യം കൂടിയാണല്ലോ. അന്വേഷണത്തിൽ രഹസ്യാത്മകത വേണമെന്ന് കോടതി തന്നെയാണ് പറഞ്ഞത്. അന്വേഷണ വിവരങ്ങൾ പുറത്തു പോകരുത്, മാധ്യമങ്ങളോട് ഉണ്ണികൃഷ്ണൻ പോറ്റി സംസാരിക്കരുത്, അന്വേഷണ സംഘവും അതിനുള്ള സംസാരിക്കാൻ തയ്യാറാകരുതെന്ന നിർദ്ദേശം കോടതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ രഹസ്യമായി തന്നെ ഈ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള സാധ്യത. ഏതെങ്കിലും തരത്തിൽ റിപ്പോർട്ട് അന്വേഷണ വിവരങ്ങൾ ചോർന്നാൽ അത് തുടരന്വേഷണത്തെ ബാധിക്കുമെന്നാണ് കോടതിയുടെ വിലയിരുത്തൽ. കാരണം വളരെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെ ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് അടക്കമുള്ളവർ ഇതിൽ പ്രതികളാണ്. ദേവസ്വം ബോർഡ് തന്നെ പ്രതിയാണ്. അതിനപ്പുറത്തേക്ക് ഇതിൽ ആരോപണ വിധേയരായ ആളുകളൊക്കെ വലിയ സ്വാധീനമുള്ള ആളുകളും സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിലുള്ള ആളുകളും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണം അട്ടിമറിക്കപ്പെടാനിടയുണ്ട്. അതുകൊണ്ടാണ് വളരെ രഹസ്യാത്മകമായി തന്നെ നടപടിയിൽ കൈകാര്യം ചെയ്യണമെന്ന് കോടതി നിർദ്ദേശം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. ഇന്നത്തെ റിപ്പോർട്ട് സമർപ്പണവും അങ്ങനെ തന്നെയായിരിക്കും. ഒരുപക്ഷെ റിപ്പോർട്ട് വിവരങ്ങൾ ആ ഘട്ടത്തിൽ പുറത്തു വരാതിരിക്കാൻ ഒരു കരുതൽ കൂടി കോടതിയും അന്വേഷണ സംഘവും സ്വീകരിക്കാനാണ് സാധ്യത. യെസ്, അത് തന്നെയാണ് സാഹചര്യം. വളരെ നിർണായകമായ ഒരു ദിവസം കൂടിയാണ് ഇന്ന്. പോറ്റിയുടെ അടുത്ത സുഹൃത്തായ അനന്ത സുബ്രഹ്മണ്യത്തെ ഇന്ന് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയിലേക്ക് നീങ്ങുകയാണ്. 19 മണിക്കൂറോളം ചോദ്യം ചെയ്യൽ ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിർണായകമായ വിവരങ്ങൾ SITക്ക് ലഭിച്ചിട്ടുണ്ട് അനന്ത സുബ്രഹ്മണ്യത്തിന്റെ മൊഴിയിൽ നിന്നും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ ഇന്ന് പ്രാഥമിക റിപ്പോർട്ടും കൂടി SIT സമർപ്പിക്കുന്നതോടുകൂടി 6 മാസത്തിനുള്ളിൽ തന്നെ പൂർണ്ണമായ റിപ്പോർട്ട് നൽകണമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ വലിയ അറസ്റ്റുകൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാകാം. എന്തായിരിക്കും ആ റിപ്പോർട്ടിലുള്ളതെന്നൊക്കെ നമ്മൾ വരും ദിവസങ്ങളിലായിരിക്കും ചർച്ച ചെയ്യുക. നമ്മൾ ആ വാർത്തകളിലേക്ക് മാറിക്കൊണ്ട് ഇന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു കേരളത്തിലേക്ക് എത്തും. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിക്കും. നാളെ രാവിലെ ഹെലികോപ്റ്ററിൽ നിലയ്ക്കലിലേക്ക് പോകുന്ന രാഷ്ട്രപതി ഉച്ചയോടെ സന്നിധാനത്തെത്തും. അരുൺ തന്നെയാണ് വിശദാംശങ്ങൾ നൽകുന്നത്. അരുൺ, എത്ര മണിയോടുകൂടിയായിരിക്കാം രാഷ്ട്രപതി എത്താൻ സാധ്യത? തിരുവനന്തപുരത്ത് എങ്ങനെയായിരിക്കാം നിയന്ത്രണങ്ങൾ? 6 മണിയോടുകൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു തലസ്ഥാനത്തെത്തും. മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും ചേർന്ന് വിമാനത്താവളത്തിൽ അവരെ സ്വീകരിക്കും. വളരെ പ്രധാനപ്പെട്ട പരിപാടികൾക്കായാണ് രാഷ്ട്രപതി കേരളത്തിലെത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമല ദർശനം തന്നെയാണ്. പമ്പയിൽ നിന്ന് കെട്ടുകെട്ടി 18-ാം പടി ചവിട്ടി രാഷ്ട്രപതി നാളെ ഉച്ചയോടുകൂടി 11 മണിയോടുകൂടി സന്നിധാനത്തെത്തുന്ന ക്രമീകരണങ്ങൾ. ഇന്ന് വൈകിട്ടെത്തുന്ന രാഷ്ട്രപതി രാജ്ഭവനിൽ താമസിക്കും. അവിടെ നിന്ന് രാവിലെ ഹെലികോപ്റ്ററിലാകും നിലയ്ക്കലിലേക്ക് പോവുക. നിലയ്ക്കൽ ഹെലിപാഡിൽ രാഷ്ട്രപതി ഇറങ്ങുകയും അവിടെ നിന്ന് റോഡ് മാർഗം പമ്പയിലേക്ക് പോവുകയും ചെയ്യും. പമ്പയിൽ കെട്ടുനിറയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നു. അവിടെ രാഷ്ട്രപതി അവർക്കൊപ്പോഴും നേരത്തെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും രാഷ്ട്രപതിക്കൊപ്പം കെട്ടുനിറച്ച് സന്നിധാനത്തേക്ക് എത്തുമെന്ന സൂചനയുണ്ട്. പക്ഷേ ഇപ്പോൾ അത്തരം വിവരങ്ങൾ ലഭ്യമല്ല. അദ്ദേഹം ശബരിമലയിലേക്ക് പോകുന്നില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും രാഷ്ട്രപതി കെട്ടുനിറച്ച് 18-ാം പടി ചവിട്ടി സന്നിധാനത്തെത്തും. പൂർണ്ണ കുംഭം നൽകി ദേവസ്വം ബോർഡും സർക്കാരും ശബരിമലയിൽ സന്നിധാനത്ത് 18-ാം പടിക്ക് മുകളിൽ കൊടിമര ചൂടിന് താഴെ രാഷ്ട്രപതി സ്വീകരിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. രണ്ടാമത്തെ രാഷ്ട്രപതിയാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി രണ്ടാമത്തെ ആളാണ് സന്നിധാനത്തേക്ക് എത്തുന്നത്. വി ഗിരി സന്നിധാനം സന്ദർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും സന്നിധാനത്ത് എത്തുകയാണ്. ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട ശബരിമലയുടെ പ്രശസ്തിയും വലിയ രീതിയിൽ ഉയർത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വൈകാതെ ഒരുപക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശബരിമലയിലേക്ക് എത്തിയേക്കുമെന്ന സൂചനകളുമുണ്ട്. അതിന്റെ ഒരു തുടക്കമാകാം ഒരുപക്ഷെ രാഷ്ട്രപതി എത്തുന്നത്. നമുക്കറിയാം, വിവാദങ്ങൾ നിൽക്കുന്ന ശബരിമലയെ മറ്റു തരത്തിലേക്ക് രാഷ്ട്രപതി സന്ദർശനം മാറ്റുമെന്ന് തന്നെയാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. നാളെ ശബരിമലയിൽ അവർ വീണ്ടും തലസ്ഥാനത്തേക്ക് എത്തി രാജ്ഭവനിൽ വിശ്രമിക്കും. മറ്റന്നാൾ 2 പരിപാടികൾ അവർ പങ്കെടുക്കുന്നുണ്ട്. ഒന്ന്, KR നാരായണന്റെ മുൻ രാഷ്ട്രപതി മലയാളി കൂടിയായ KR നാരായണന്റെ പ്രതിമ രാജ്ഭവനിൽ അനാച്ഛാദനം ചെയ്യുകയാണ്. രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതിയായിരിക്കെയാണ് മലയാളിയായ KR നാരായണന്റെ പ്രതിമ രാജ്ഭവനിൽ വയ്ക്കാൻ നിർദ്ദേശം അന്നത്തെ
ഗവർണറായിരുന്ന മുഹമ്മദ് ആരിഫ് മുഹമ്മദ് ഖാനോട് നിർദ്ദേശം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ KR നാരായണന്റെ പ്രതിമ സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചത്. അത് നാളെ രാഷ്ട്രപതി രാജ്ഭവനിൽ അനാച്ഛാദനം ചെയ്യും. അതിനുശേഷം അവർ ശിവഗിരിയിൽ ഒരു പരിപാടിയിലും പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട പരിപാടികൾക്കായാണ് രാഷ്ട്രപതി തലസ്ഥാനത്തേക്ക് എത്തുന്നത്. മറ്റന്നാൾ ഈ ശിവഗിരിയിലെ പരിപാടി കഴിഞ്ഞ ശേഷം അവർ കുമരകത്തേക്ക് പോകുന്നുണ്ട്. അവിടെ 2 പരിപാടികളിൽ രാഷ്ട്രപതി കോട്ടയം ജില്ലയിലും പങ്കെടുക്കും. യെസ്, അത് തന്നെയാണ്. അങ്ങനെ 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി കേരളത്തിലേക്ക് എത്തുമ്പോഴേക്ക് രണ്ടാമത്തെ രാഷ്ട്രപതിയാണ് സന്നിധാനത്തേക്ക് എത്തുന്നത്. VV ഗിരിക്ക് ശേഷം ദ്രൗപദി മുർമുവും കൂടി സന്നിധാനത്ത് എത്തുന്നതോടുകൂടി ശബരിമലയുടെ പ്രശസ്തി അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വൈകുന്നേരം 6 മണിയോടുകൂടി തലസ്ഥാനത്തേക്ക് എത്തുന്ന രാഷ്ട്രപതിയെ ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്ന് സ്വീകരിക്കും. അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ ചെന്താമരയുടെ വാർത്തയിലേക്ക് പോവുകയാണ്. ചെന്താമര പ്രതിയായ നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ ഇന്ന് കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കും. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് കുറ്റപത്രം വായിക്കുക. സജിത വധക്കേസിൽ റിമാൻഡിലായിരുന്ന ചെന്താമര 2025 ജനുവരി 27-ന് സജിതയുടെ ഭർത്താവ് സുധാകരനെയും സുധാകരന്റെ അമ്മ ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. സുവി ചേരും വിശദാംശങ്ങളുമായി. സുവി, എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഹരികൃഷ്ണൻ, ചെന്താമര ഇരട്ടക്കൊലക്കേസിൽ ഇന്ന് കോടതിയിൽ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കും. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുക. പ്രധാനമായും 2025 ജനുവരി 27-നാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. സുധാകരനെയും സുധാകരന്റെ ഭാര്യ അമ്മയെയും ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. വീടിന് മുന്നിലിട്ടാണ് വെട്ടിക്കൊലപ്പെടുത്തുന്നത്. സുധാകരനെ വെട്ടിക്കൊലപ്പെടുത്തുന്നതിന്റെ ശബ്ദം കേട്ട് ഓടിയെത്തിയ ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. സുധാകരന് 8 വെട്ടുകൾ ഏറ്റതായാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. ലക്ഷ്മിക്ക് 12ഓളം വെട്ടുകൾ ഏറ്റിട്ടുണ്ട്. സുധാകരനെ സംഭവ സ്ഥലത്തും ലക്ഷ്മി സ്വകാര്യ ആശുപത്രിയിലും മരിച്ചതായാണ് പറയുന്നത്. കഴുത്തിനേറ്റ ആഴത്തിലുള്ള മുറിവാണ് സുധാകരന്റെ മരണത്തിനിടയാക്കിയത്. വലത് കാലിനും വലത് കൈക്കും വെട്ടേറ്റ പാടുകൾ, ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ട് എന്നും പറയുന്നു. ലക്ഷ്മിയുടെ കണ്ണിനും ചെവിക്കും തലയ്ക്കും വെട്ടേറ്റിട്ടുണ്ട്, ആഴത്തിലുള്ള വെട്ടേറ്റിട്ടുണ്ട്. ഇതാണ് മരണകാരണമായത് എന്നുമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ആ കേസിൽ ചെന്താമരയ്ക്ക് ഇപ്പോൾ ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. തൻ്റെ ഭാര്യ, ചെന്താമരയുടെ ഭാര്യയും മക്കളും ചെന്താമരയെ വിട്ട് ദൂരെയാണ് കഴിയുന്നത്. തൻ്റെ ഭാര്യയും മക്കളും പിണങ്ങിപ്പോകാനുള്ള കാരണം സജിതയും കുടുംബവുമാണ് എന്നാണ് ചെന്താമര വിശ്വസിച്ചിരുന്നത്. ഇതിൻ്റെ പക തീർക്കാനായിട്ടാണ് ചെന്താമര സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. അതിനുശേഷം റിമാൻഡിൽ കഴിഞ്ഞു. 2019 ശേഷം 6 വർഷത്തിന് ശേഷം റിമാൻഡിൽ കഴിയുമ്പോഴാണ് ഈ ഒരു ഇരട്ട കൊലപാതകം നടത്തുന്നത്. ഏതായാലും വലിയ തോതിലുള്ള ചെന്താമരയ്ക്ക് ജാമ്യത്തില്ല. അതിനെ തുടർന്ന് പോലീസ് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് സസ്പെൻഷൻ നടപടികൾ നേരിടേണ്ടി വരികയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. ഏതായാലും 2 മക്കളെ, അതുല്യ, അഖില എന്നു പേരുള്ള 2 മക്കളെ അനാഥരാക്കിക്കൊണ്ട് ഒരു കുടുംബത്തിലെ 3 പേരെയാണ് ചെന്താമര വകവരുത്തിയത്. ഏതായാലും ആ ഇരട്ട കൊലക്കേസിൽ ഇപ്പോൾ കോടതി കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുകയാണ്. അതിനുശേഷം ഉടൻ തന്നെ വിചാരണ ആരംഭിക്കുകയും ചെയ്യും. ഹരി, ശരി, വ്യക്തമാണ്. സുവിയാണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ ഹിജാബ് വിവാദമാണ്. ഹിജാബ് വിവാദത്തിൽ എറണാകുളം സെന്റ് റീത്താസ് പബ്ലിക് സ്കൂൾ മാനേജ്മെന്റിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് സ്കൂൾ വിടാൻ ഒരുങ്ങുന്ന കുട്ടികളുടെ TC അപേക്ഷയിൽ ഇന്ന് തീരുമാനമായേക്കും. LP സ്കൂളിലെ 2 കുട്ടികളുടെ രക്ഷിതാവാണ് സ്കൂൾ വിടാൻ അപേക്ഷ നൽകിയത്. അതേസമയം ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കാനിരിക്കെ ഹൈക്കോടതി നിലപാട് അറിഞ്ഞ ശേഷമാകും ഹിജാബ് ധരിക്കുന്നതിന് വിലക്ക് നേരിട്ട വിദ്യാർത്ഥിനി സ്കൂൾ മാറുന്നതിൽ തീരുമാനം എടുക്കുക. ഡാനി വിശദാംശങ്ങൾ നൽകും. ഡാനി, 2 കാര്യങ്ങളാണ്. ഒന്ന്, ആ 2 കുട്ടികളുടെ മാതാപിതാക്കൾ അവരൊരു തീരുമാനം എടുത്തിരുന്നതാണ്. മാനേജ്മെന്റിന്റെ നിലപാട് അവരെ അങ്ങേയറ്റം വേദനിപ്പിച്ചു. അതുകൊണ്ട് TC വാങ്ങി കുട്ടികളെ മറ്റു സ്കൂളിലേക്ക് മാറ്റുമെന്നുള്ളത് അതിന്റെ നിലപാട് അതെങ്ങനെയായിരിക്കും എന്നത് സംബന്ധിച്ചായിരിക്കുമല്ലോ ഇന്ന്. എന്തായാലും ആ കുടുംബാംഗങ്ങൾ എന്തായാലും തീരുമാനത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, വെള്ളിയാഴ്ചയാണ് ആ ഹർജി പരിഗണിക്കാനിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ആ രക്ഷിതാക്കൾ, അതായത് ആ കുട്ടിയുടെ രക്ഷിതാക്കളുടെ തീരുമാനപ്രകാരം കോടതി വിധി അനുകൂലമാണെങ്കിൽ ആ സ്കൂളിൽ തന്നെ തുടരുമെന്ന സാഹചര്യമാണല്ലോ. ഇത് രണ്ടും എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ വിഷയത്തിൽ നേരത്തെ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ നിലപാട് ഹിജാബ് വിഷയത്തിൽ അത് അവർ കൈകാര്യം ചെയ്ത രീതി, അതിനുശേഷം ഇവർ നടത്തിയ പ്രതികരണം, പ്രത്യേകിച്ച് സ്കൂൾ പ്രിൻസിപ്പലിൻ്റെയും PTA പ്രസിഡന്റിൻ്റെയും പ്രതികരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് LP വിഭാഗത്തിലെ 2 കുട്ടികളുടെ മാതാപിതാക്കൾ കുട്ടികളുടെ TC അപേക്ഷ, വിടുതലപേക്ഷ സ്കൂളിന് മുന്നിൽ സമർപ്പിച്ചത്. അത് ആ ദിവസങ്ങളിൽ, പിന്നീട് ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങൾ അവധി ദിവസങ്ങളായിരുന്നു, ദീപാവലി അവധി ദിവസങ്ങൾ വരുന്നു. ഈ വർക്കിംഗ് ഡേയിൽ സ്വാഭാവികമായും
തീർച്ചയായും അത് പരിഗണിക്കപ്പെടും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഏതായാലും ഇന്ന് തങ്ങൾ വിദ്യാലയത്തിലേക്ക് പോകുന്നില്ല എന്നാണ്, സ്കൂളിലേക്ക് പോകുന്നില്ല എന്നാണ് മാതാപിതാക്കളുമായി ബന്ധപ്പെടുമ്പോൾ അറിയാനായിട്ട് സാധിച്ചത്. വരും ദിവസം ഒരു വർക്കിംഗ് ഡേ കൂടി കഴിഞ്ഞതിന് ശേഷം അവിടേക്ക് ചെല്ലാം എന്നതാണ് അവർ പറയുന്നത്. ഈ ദിവസത്തിനുള്ളിൽ തങ്ങളുടെ അപേക്ഷ സ്വാഭാവികമായും പരിഗണിക്കപ്പെടേണ്ടതാണ്. തങ്ങളുടെ തീരുമാനത്തിൽ നിന്ന് യാതൊരു മാറ്റവുമില്ല, അതിലൊരു വിട്ടുവീഴ്ചയ്ക്കും തങ്ങളില്ല. സ്കൂൾ വിടാൻ തന്നെയാണ് തീരുമാനം. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിഷയത്തിൽ ഇവർ നടത്തിയ പ്രതികരണങ്ങളാണ്. സ്കൂൾ പ്രിൻസിപ്പൽ അടക്കം നടത്തിയ പ്രതികരണങ്ങൾ തങ്ങൾക്ക് വല്ലാത്ത രീതിയിൽ അസ്വസ്ഥതയുണ്ടാക്കി എന്നവർ പറയുന്നു. ഹിജാബ് വിവാദത്തിൻ്റെ തുടർന്ന് അവർ നടത്തിയ പ്രതികരണങ്ങളാണ്. ഈ വിഷയത്തോട് തങ്ങൾ യോജിക്കുന്നില്ല. അവർ മറ്റൊരു കോൺവെൻറ്റ് സ്കൂളിലേക്ക് മാറ്റുകയാണ് എന്ന് പറഞ്ഞിരുന്നു. തങ്ങൾ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളെ ബഹുമാനിക്കുന്നു, അത് അവർ നടത്തിയ സംഭാവനകൾ വലുതാണ്. പക്ഷേ ഈ വിദ്യാലയത്തിൽ സെൻറ്റ് റീത്താസിൽ ഈ വിഷയം അവർ കൈകാര്യം ചെയ്ത രീതിയും അവർ അതിനോട് പ്രതികരിച്ച രീതിയും തങ്ങൾക്ക് വളരെയധികം അസ്വസ്ഥതയും വേദനയും ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് തങ്ങൾ അവിടെ നിന്ന് കുട്ടികളെ മാറ്റാൻ തീരുമാനിച്ചതെന്ന് അവർ പറയുന്നുണ്ട്. 2 പെൺകുട്ടികളാണ്, ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന 2 പെൺകുട്ടികൾ. തങ്ങൾ ഒരിക്കലും ഹിജാബ് ധരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാനേജ്മെൻറ്റ് സമീപിച്ചിട്ടുമില്ല. പക്ഷേ ഈ വിഷയത്തിലുള്ള പ്രതികരണങ്ങളിൽ പ്രതിഷേധമുണ്ട് എന്ന് അവർ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന്, ഈ വിവാദത്തിന് ഇടയാക്കിയ വിഷയങ്ങളിലേക്ക് വന്ന ഈ കുട്ടിയുടെ ഹിജാബ് വിഷയത്തിലേക്ക് വന്ന കുട്ടിയുടെ TC അപേക്ഷ അവിടെ നിന്ന് നൽകി അവിടെ നിന്ന് വിടാനായിട്ട് അവർ തീരുമാനിച്ചിരുന്നു. പക്ഷേ ഹൈക്കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ ഹൈക്കോടതി വെള്ളിയാഴ്ച ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അതിനു മുൻപ് സർക്കാരിന് ഈ വിഷയത്തിലുള്ള പ്രതികരണം എന്താണ് ഈ വിഷയത്തിൽ അവർ എടുത്ത നടപടികൾ എന്താണ്, ഇനി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നതുകൂടി ഹൈക്കോടതി ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിശദമായ മറുപടി കോടതിയിൽ സമർപ്പിക്കുന്നുണ്ട്. നേരത്തെ സർക്കാർ സ്കൂൾ മാനേജ്മെൻറ്റിന് ഒരു നോട്ടീസ് നൽകിയിരുന്നു. അതിൽ ചില നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തിയിരുന്നു. ആ നിർദ്ദേശങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടാണ് സ്കൂൾ മാനേജ്മെൻറ്റ് ഹൈക്കോടതിയിലേക്ക് തൊട്ടടുത്ത ദിവസം തന്നെ ഹൈക്കോടതിയിലേക്ക് എത്തുകയും ചെയ്തത്. സ്റ്റേ വേണം ആ സർക്കുലറിൽ നിന്നാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ സ്റ്റേ അനുവദിക്കാൻ ആ ഘട്ടത്തിൽ കോടതി വിസമ്മതിച്ചു. കാരണം സർക്കാരിൻ്റെ കൂടി വിശദീകരണം കേൾക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ വിശദീകരണം തങ്ങൾക്ക് അനുകൂലമാകുമോ, അതിൽ കോടതി എന്താണ് പറയുന്നത് എന്നത് കേട്ടതിന് ശേഷം മാത്രം സ്കൂളിൽ നിന്ന് വിടുതൽ സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ മതി എന്ന നിലപാടിലാണ് ആ കുട്ടിയുടെ രക്ഷിതാവ്. ഏതായാലും വെള്ളിയാഴ്ച വരെയും ഈ വിഷയത്തിൽ മറ്റ് ഇടപെടലുകൾ നടത്തുന്നില്ല എന്ന് അവരുടെ മാതാപിതാക്കളും അറിയിച്ചിട്ടുണ്ട്. യെസ്, അതാണ്. അപ്പോൾ എന്തായാലും വെള്ളിയാഴ്ചയാണ് ആ ഹർജി പരിഗണിക്കാനിരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് ഇന്ന് 2 കുട്ടികളുടെ TCയുമായി ബന്ധപ്പെട്ട ഒരു നിർണായകമായ തീരുമാനത്തിലേക്ക് എത്തുക. മാനേജ്മെൻറ്റിനെതിരെ ശക്തമായ രീതിയിൽ തന്നെയാണ് ആ 2 വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ TC വാങ്ങി മറ്റൊരു സ്കൂളിലേക്ക് മാറാനുള്ള സാഹചര്യം. സെൻറ്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ മാനേജ്മെൻറ്റിൻ്റെ നിലപാടിനോട് തങ്ങൾക്ക് പൂർണ്ണമായ വിയോജിപ്പാണെന്നുള്ളതാണ് ആ രക്ഷിതാക്കൾ മുന്നോട്ട് വെച്ചിരുന്ന വാദം. അതിൻ്റെ TCയുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ തീരുമാനം ഇന്നുണ്ടാകും. എന്തായാലും ഡാനിയാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്, സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ ഒട്ടേറെ ഭാഗങ്ങൾ നീക്കം ചെയ്യണമെന്ന് സെൻസർ ബോർഡ് നിർദ്ദേശിച്ച ഹാൽ സിനിമ ഹൈക്കോടതി നേരിട്ട് കാണുന്നതിൽ ഇന്ന് തീരുമാനമെടുക്കും. 15ഓളം കട്ടുകൾ വേണമെന്ന ബോർഡ് നിർദ്ദേശം സിനിമയുടെ കഥാഗതി തന്നെ മാറ്റുമെന്നതടക്കം ചൂണ്ടിക്കാട്ടി നിർമ്മാതാവ് ജൂബി തോമസ്, സംവിധായകൻ മുഹമ്മദ് റഫീഖ് എന്നിവർ നൽകിയ ഹർജി പരിഗണിച്ചാണ് സിനിമ കാണാൻ ജസ്റ്റിസ് VG അരുൺ തീരുമാനിച്ചത്. സിനിമ കണ്ട് തീരുമാനമെടുക്കണമെന്ന ആവശ്യം ഹർജിക്കാരും ഉന്നയിച്ചിരുന്നു. ഇതിനുള്ള തീയതിയും സമയവും ഇന്ന് നിശ്ചയിക്കും. കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപത പ്രസിഡന്റ് KV ചാക്കോ കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. 15ഓളം കട്ടുകൾ വേണമെന്നാണ് സെൻസർ ബോർഡ് ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത്. അതിനകത്ത് ബീഫ് കഴിക്കുന്ന രംഗം കട്ട് ചെയ്യണം, രാഖി കയ്യിൽ എണീക്കുന്ന ആ വിഷ്വൽ ബ്ലർ ചെയ്യണം, പല കാര്യങ്ങളും ആവശ്യം ഉന്നയിച്ചിരുന്നു. ധ്വജപ്രണാമം എന്ന വാക്ക് മ്യൂട്ട് ചെയ്യണം, സംഘം കാവലുണ്ട്, ആ വാക്കുകൾ മ്യൂട്ട് ചെയ്യണം. അങ്ങനെ നിരവധി ആവശ്യങ്ങളാണ് സെൻസർ ബോർഡ് ഈ നിർമ്മാതാക്കൾക്ക് അറിയിച്ചിരുന്നത്. എന്നാൽ ഇതിലെ പല രംഗങ്ങളും, ഇപ്പം നായിക ഒരു പർദ്ദ അണിഞ്ഞ് എത്തുന്ന രംഗവും കൂടിയുണ്ട്. ആ ഭാഗം പൂർണ്ണമായും കട്ട് ചെയ്ത് കളയണമെന്നുള്ള സെൻസർ ബോർഡിൻ്റെ ആവശ്യത്തിനെതിരെയാണ് നിർമ്മാതാവും സംവിധായകനും ഹൈക്കോടതിയെ കണ്ടത്. എന്തായാലും ഈ കട്ട് ചെയ്ത ഭാഗങ്ങൾ ഇത് കട്ട് ചെയ്താൽ അത് കഥാഗതിയെ തന്നെ മാറ്റുമെന്നുള്ളൊരു വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ. എന്തായാലും ഈ സിനിമ ജസ്റ്റിസ് VG അരുൺ കാണാൻ തീരുമാനിച്ചതോടുകൂടി അതിന് എന്ന് കാണുമെന്ന് തീരുമാനിച്ചിട്ടുള്ള തീയതി ഇന്ന് അറിയിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ. കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഹൃദ്രോഗ ചികിത്സ പ്രതിസന്ധിയിലേക്ക്. സ്റ്റെന്റ് വിതരണത്തിൽ ഭീമമായ തുക കുടിശ്ശിക വന്നതോടെ 4 സർക്കാർ ആശുപത്രികളിൽ നിന്നുള്ള സ്റ്റോക്കുകൾ വിതരണ കമ്പനികൾ ഇന്നു മുതൽ തിരഞ്ഞെടുത്തു തുടങ്ങും. കോഴിക്കോട്, തിരുവനന്തപുരം, കോട്ടയം മെഡിക്കൽ കോളേജുകളിലെയും എറണാകുളം ജില്ലാ ആശുപത്രികളിലെയും സ്റ്റോക്കുകളാണ് കമ്പനികൾ തിരികെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ഈ വർഷം മാർച്ച് 31 വരെ സ്റ്റെന്റ് വിതരണം നടത്തിയതിൽ 152 കോടിയിലധികം രൂപയാണ് കുടിശ്ശികയായുള്ളത്. സർക്കാർ ആശുപത്രികളിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങിയതിന്റെ കുടിശ്ശിക കൊടുത്തു തീർക്കാനായി ആരോഗ്യവകുപ്പ് തുക അനുവദിച്ചിരുന്നു.
ഇതിനു പിന്നാലെ ഇതിൽ ചെറിയ ശതമാനം തുക വിതരണക്കാർക്ക് നൽകിയിട്ടുമുണ്ട്. എന്നാൽ മുഴുവൻ തുകയും ലഭിക്കാത്തത് വിതരണ കമ്പനിക്കാരെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ഭീമമായ തുക കുടിശ്ശികയായതോടെ സെപ്റ്റംബർ 1 തീയതി മുതൽ അനിശ്ചിതകാലത്തേക്ക് സ്റ്റെന്റ് വിതരണം നിർത്തിവെച്ചിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ കുടിശ്ശികയുള്ള കോഴിക്കോട്, തിരുവനന്തപുരം, കോട്ടയം മെഡിക്കൽ കോളേജുകളിലെയും എറണാകുളം ജനറൽ ആശുപത്രിയിലെയും സ്റ്റോക്കുകളാണ് ആദ്യഘട്ടത്തിൽ തിരികെ എടുക്കുന്നത്. നിലവിൽ സർക്കാർ ആശുപത്രികളിൽ കൺസൈൻമെന്റ് വ്യവസ്ഥയിലാണ് സ്റ്റെന്റ് വിതരണം. വിഷയമുന്നയിച്ച് ആശുപത്രികളിലെ സ്റ്റോക്കുകൾ ഒക്ടോബർ 5 മുതൽ തിരിച്ചെടുക്കുമെന്നായിരുന്നു ആദ്യം അറിയിച്ചിരുന്നത്. എന്നാൽ ഡോക്ടർമാരുടെ അടക്കം അഭ്യർത്ഥന പരിഗണിച്ചാണ് കൂടുതൽ സാവകാശം നൽകിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. യെസ്, ഇന്ന് തലസ്ഥാനത്ത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഇവന്റ് നടക്കുകയാണ്. ഒരു 12 വേദികളിലായി 20,000-ലധികം കുട്ടികൾ പങ്കെടുക്കുന്ന 67ാമത് കായികമേള, സംസ്ഥാന കായികമേളയ്ക്കായി തലസ്ഥാനം ഒരുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് കുട്ടികൾക്ക്, പ്രത്യേകിച്ച് അതിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് നിർണായകമാകുന്ന ദിവസങ്ങൾ തന്നെയാണ് നിൽക്കാൻ പോകുന്നത്. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ ഫുട്ബോൾ അഭിമാന താരം IM വിജയൻ, വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്കൊപ്പം ദീപശിഖ കൊളുത്തും. 20,000-ലധികം വരുന്ന കായിക താരങ്ങളാണ് ഇക്കുറി മേളയിൽ പങ്കെടുക്കുന്നത്. കേരളത്തിലുടനീളമുള്ള 20,000-ലധികം കായിക താരങ്ങൾ മാറ്റുരയ്ക്കുന്ന സംസ്ഥാന കായികമേളയ്ക്ക് തിരിതെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. 12 വേദികളിലായി നടക്കുന്ന കായികമേളയുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇന്ന് വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതിനു മുന്നോടിയായി ഓരോ ജില്ലകളിൽ നിന്നുള്ള 300ഓളം കായിക താരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മാർച്ച് പാസ്റ്റ് നടക്കും. അതിൽ കേരളത്തിന്റെ അഭിമാന താരമായ IM വിജയനാണ് ദീപശിഖയേന്തുന്നത്. ഒപ്പം കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും പങ്കെടുക്കും. കായികമേളയ്ക്കെത്തുന്ന ഈ താരങ്ങളെയെല്ലാം വരവേൽക്കാനായി തലസ്ഥാന നഗരി പരിപൂർണമായി ഒരുങ്ങിക്കഴിഞ്ഞു. 142 ബസ്സുകളും 74 സ്കൂളുകളും ഇതിനായി വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. നഗരത്തോട് ചേർന്ന് നിൽക്കുന്ന സ്കൂളുകളാണ് നിലവിൽ ഈ കുട്ടികളുടെ അടക്കം ഈ താമസ സൗകര്യത്തിന് വേണ്ടി സജ്ജീകരിച്ചിട്ടുള്ളത്. ഇവർക്ക് ഈ വേദിയിലേക്കും തിരിച്ചും യാത്ര ചെയ്യാൻ വേണ്ടി 142 ബസ്സുകളും ഒരുക്കിയിട്ടുണ്ട്. എല്ലാ തവണത്തെയും പോലെ പഴയിടം നമ്പൂരി തന്നെയാണ് ഇത്തവണയും കുട്ടികൾക്ക് വേണ്ടിയുള്ള ഭക്ഷണം ഒരുക്കുന്നത്. ഇതിനൊപ്പം കാലാവസ്ഥ മാത്രമാണ് ചെറിയൊരു വിപരീത ഘടകമായി നിലനിൽക്കുന്നത്. അത്തരത്തിൽ കാലാവസ്ഥ, മഴ ഒരു പ്രശ്നമായി വരികയാണെങ്കിൽ പ്ലാൻ B ഒരുക്കിയിട്ടുണ്ടെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം നമ്മോട് പ്രതികരിച്ചത്. പ്ലാൻ ബിയിൽ ഇത്ര വർണ്ണാഭമായ കാര്യങ്ങൾ നടത്താൻ കഴിയില്ലെങ്കിലും പ്ലാൻ എയിൽ തന്നെ തുടരാനാണ് പരമാവധി ശ്രമിക്കുക എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുള്ളത്. ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിക്കുന്നത്, ഒരു വെല്ലുവിളി വന്നിരിക്കുന്നത് കാലാവസ്ഥയാണ്. അപ്പം മൈതാനത്തിൽ ഒക്കെ തന്നെ വെള്ളം നിറഞ്ഞിരിക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങൾ നടക്കുന്നത് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്. അവിടെ ഇൻഡോർ സ്റ്റേഡിയം തന്നെ നിർമ്മിച്ചിരിക്കുകയാണ്. ആ ഇൻഡോർ സ്റ്റേഡിയത്തിൽ 8 ഇൻഡോർ ഐറ്റംസിന്റെ മത്സരം നടക്കുകയാണ്. അത് വിവിധ ഏജ് ഗ്രൂപ്പുകളുള്ള മത്സരങ്ങളാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അവിടെ മഴ പെയ്തതോടുകൂടി വലിയ കെടുതി ഉണ്ടായിരിക്കുകയാണ്. അപ്പം അതിനെ തരണം ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് സാമ്പത്തികമായിട്ടുള്ള അധിക ചെലവ് വന്നാൽ പോലും അത് തരണം ചെയ്യുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡറായി കേരളത്തിന്റെ അഭിമാന താരം സഞ്ജു സാംസണും ഗുഡ്വിൽ അംബാസിഡറായി സിനിമാ താരം കീർത്തി സുരേഷുമാണ് സംസ്ഥാന സർക്കാർ നിയോഗിച്ചിട്ടുള്ളത്. ഇതിനൊപ്പം ഗൾഫ് മേഖലയിൽ നിന്നുള്ള 30-ലധികം കായിക താരങ്ങൾ ഇത്തവണ കായിക മാമാങ്കത്തിൽ പങ്കെടുക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. മുഖ്യമന്ത്രിയുടെ പേരിലുള്ള സ്വർണ്ണ കപ്പാണ് ഇത്തവണ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്ക് നൽകുക. അത് ഏത് ജില്ലയാകുമെന്ന ആകാംക്ഷ ഇനി വരുന്ന ഓരോ ദിവസവും മലയാളികളെ കാത്തിരിക്കും. ക്യാമറാമാൻ സന്തോഷിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. കായികമേളയ്ക്ക് തന്നെയാണ് തലസ്ഥാനം ഒരുങ്ങുന്നത് എന്നത് വേണം നമ്മൾ കണക്കാക്കാൻ. സാരംഗ് സുധാകരനാണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ ഇനി ബീഹാറിലേക്ക് പോവുകയാണ്. ബീഹാറിൽ ഇന്ത്യ സഖ്യ പാർട്ടികൾ നേർക്കുനേർ വരുന്നത് 11 മണ്ഡലങ്ങളിൽ. ഇതിൽ 5ഇടത്ത് RJDക്കും കോൺഗ്രസിനും സ്ഥാനാർത്ഥികളുണ്ട്. 11 മണ്ഡലങ്ങളിൽ 5ഇടത്ത് പത്രിക പിൻവലിക്കാൻ നാളെ വരെ സമയമുള്ളതിനാൽ സമവായ ചർച്ചകൾ തുടരുകയാണ്. നിർണായകമായ ദിവസം തന്നെയായിരിക്കും ഇന്ന്. അതേസമയം 6 മണ്ഡലങ്ങളിൽ നിന്ന് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് JMM പിന്മാറിയത് ഇന്ത്യ സഖ്യത്തിന് ആശ്വാസമായി എന്ന് വേണം കണക്കാക്കാൻ. രാകേഷ് ചേരും വിശദാംശങ്ങളുമായി. രാകേഷ്, ഒരു നാടകീയമായ രംഗങ്ങൾ തന്നെയാണ് ബീഹാർ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം ആദ്യം JMM തീരുമാനിക്കുന്നു ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന്, മണിക്കൂറുകൾക്കിപ്പുറം JMM ആ തീരുമാനത്തെ മാറ്റുന്നു. അതോടൊപ്പം തന്നെ ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണിയിൽ തുടരുമോ എന്ന കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്ന ഒരു സാഹചര്യവും കൂടിയുണ്ട്. എന്താണ് വിശദാംശങ്ങൾ?
ഹരികൃഷ്ണൻ, ബീഹാറിൽ ഇന്ത്യ സഖ്യ പാർട്ടികൾ നേർക്കുനേർ വരും എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കാരണം ആദ്യഘട്ട പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്നലെയായിരുന്നു. ഇപ്പോൾ നിലവിലെ കണക്കുകൾ പ്രകാരം 11 മണ്ഡലങ്ങളിൽ പാർട്ടികൾ, ഇന്ത്യ സഖ്യ പാർട്ടികൾ നേർക്കുനേർ വരികയാണ്. അതിൽ RJDയും കോൺഗ്രസും തമ്മിൽ 5 മണ്ഡലങ്ങളിലാണ് ഏറ്റുമുട്ടുന്നത്. കോൺഗ്രസും CPIയും തമ്മിൽ 4 മണ്ഡലങ്ങളിൽ എതിരിടുന്നുണ്ട്. RJDയും VIP-യും തമ്മിൽ 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു. കോൺഗ്രസും RJDയും മത്സരിക്കുന്ന മണ്ഡലങ്ങൾ നർക്കാട്ടിയഗഞ്ച്, ഒപ്പം തന്നെ ലാൽഗഞ്ച്, വൈശാലി, സുൽത്താൻഗഞ്ച്, കഹൽഗാവ്. ഈ 5 മണ്ഡലങ്ങളാണ് 2 പ്രധാനപ്പെട്ട ഇന്ത്യ മുന്നണിയിലെ 1ഉം 2ഉം കക്ഷികൾ നേർക്കുനേർ വരുന്നത്. CPIക്ക് മുന്നണിയിൽ ധാരണ പ്രകാരം നൽകിയിരിക്കുന്ന 6 സീറ്റുകളാണ്. അതിൽ 4ഇടത്തും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുകയാണ്. ഘട്ടം വരുന്നുണ്ട്. ബാബു ഹാഷിയിലും ചെയിൻപൂരിലും ഗ്വാരാബറോമിലും നേരത്തെ RJD സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിരുന്നെങ്കിൽ പോലും അവിടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് VIP തന്നെ മത്സരിക്കട്ടെ എന്ന ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെ 11 മണ്ഡലങ്ങളിൽ 5 മണ്ഡലങ്ങളിൽ 2ാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. അവിടെ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെയാണ് അവസാനിക്കുക. അതുകൊണ്ട് തന്നെ ഈ 5 മണ്ഡലങ്ങളിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. കാരണം ഓരോ സീറ്റും നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട കക്ഷികൾ തമ്മിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. RJDയും കോൺഗ്രസും ഇതിനെ വിശേഷിപ്പിക്കുന്നത് സൗഹൃദ മത്സരം എന്നാണ്. പക്ഷേ സൗഹൃദ മത്സരമാകുമ്പോൾ തന്നെ ആരുടെ വോട്ടുകൾ ഇത് ബാധിക്കും എന്നതൊക്കെ നിർണായകമായ കാര്യമാണ്. ഒരു ഏകപക്ഷീയമായ തെരഞ്ഞെടുപ്പാണ്, അല്ലെങ്കിൽ മഹാസഖ്യത്തിന് അനുകൂലമായ ഒരു തരംഗമുണ്ടെങ്കിൽ ഈ സൗഹൃദ മത്സരത്തെ നമുക്ക് അംഗീകരിക്കാം. പക്ഷേ ഇഞ്ചോടിഞ്ച് പോരാട്ടം വരുമ്പോൾ ഓരോ വോട്ടും നിർണായകമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇന്ത്യ സഖ്യം അവിടെ തോൽക്കുന്നത് 15 സീറ്റുകളുടെ മാത്രം വ്യത്യാസത്തിലാണ്. അപ്പോൾ ഈ സൗഹൃദ മത്സരം ആരുടെ സാധ്യതകളെ ഇല്ലാതാക്കുമെന്ന് എന്ന ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതേസമയം തന്നെ JMM നേരത്തെ സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. അവരേതായാലും ഇപ്പോൾ ആ തീരുമാനത്തിന് പിന്മാറുകയാണ്. അവർ പക്ഷേ വലിയ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. RJDയും കോൺഗ്രസും ഗൂഢാലോചന നടത്തിയാണ് JMMനെ മുന്നണിയിൽ നിന്ന്, അല്ലെങ്കിൽ സീറ്റ് നൽകാത്തെന്ന ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം ജാർഖണ്ഡിലെ സഖ്യം പുനഃപരിശോധിക്കുമെന്നൊരു ഭീഷണിയും JMMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അതാണ് സാഹചര്യം. ഇന്ത്യ സഖ്യ പാർട്ടികൾ 11 മണ്ഡലങ്ങളിൽ നേർക്കുനേർ വരുമ്പോൾ JMM അവരുടെ തീരുമാനം അവസാന നിമിഷം പിന്മാറുകയാണ്. രാകേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ ഇനി സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. പെരിങ്കടവിള സ്വദേശി മൻസ എസ് നായരുടെ പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നത് പഞ്ചവാദ്യ കലാകാരൻ കൂടിയായ അച്ഛൻ അർജുൻ ദാസ്, അമ്മ സന്ധ്യ എന്നിവരാണ്. മൻസയുടെ പിറന്നാളാണെന്ന്. ഹാപ്പി ബർത്ത്ഡേ മൻസ. ന്യൂസ് 8ന്റെ ഭാഗത്തു നിന്നും പിറന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. നെയ്യാറ്റിങ്കര മാരായമുട്ടത്തെ ആതിരയുടെയും ശരത്തിന്റെയും 4ാം വിവാഹ വാർഷികമാണെന്ന് ആശംസകളുമായി കുടുംബാംഗങ്ങൾ തന്നെയാണ് എത്തുന്നത്. ന്യൂസ് 8ന്റെ ഭാഗത്തു നിന്നും ആതിരയ്ക്കും ശരത്തിനും വിവാഹ ആശംസകൾ നേരുന്നു. തിരുവനന്തപുരം സ്വദേശി കാശിനാഥിന്റെ 11ാം പിറന്നാൾ ജന്മദിനാശംസ നേരുന്നത് അച്ഛൻ രതീഷ് കട്ടേല, അമ്മ രഞ്ജിനി R എന്നിവരാണ്. കാശിനാഥ് 11 വയസ്സെത്തുകയാണ്. ഹാപ്പി ബർത്ത്ഡേ കാശി. അങ്ങനെ വാർത്തകളുടെ ഒരു സമഗ്ര ചിത്രം നമ്മൾ രാവിലെ തന്നെ പരിശോധിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് എന്നത് പ്രധാനപ്പെട്ട ഒരു വാർത്തകൾ. വരും മണിക്കൂറുകളിലും നിർണായകമായ പല വാർത്തകളും വരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും രാവിലെയുടെ സമയം പൂർണ്ണമാവുകയാണ്. നമ്മൾ ഒരു ഇടവേളയിലേക്ക് പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം പതിവ് പോലെ പോലീസ് പെട്രോൾ കാണാം. നമസ്കാരം.